السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونستغفره. الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. قد أفلح من زكاها وقد خاب من دساها. وقال نبينا رسول الله صلى الله عليه وسلم: الصلوات الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرات لما بينهن إذا اجتنب القبائل. عن أبي هريرة رضي الله عنهم قال نبينا رسول الله صلى الله عليه وسلم: كم من صائم ليس له من صيامه إلا الظمأ وكم من قائم ليس له من قيامه إلا السهر. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شغل. لا إله إلا الله الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان. يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين. دع الأيام تفعل ما تشاء
وطب نفسا إذا حكم القضاء ولا تجز عن الحادثة الليالي فما لحوادث الدنيا بقاء وكن رجلا على الأهوال جلدا وشيمتك السماحة والوفاء. ബഹുമാനാദരവ് നിറഞ്ഞ ഈ പ്രഭാഷണ വേദിയുടെ ഭാരവാഹികൾ, കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന യുവാക്കൾ, മുതഅല്ലിമീങ്ങൾ, മറ്റു സഹോദരിമാർ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്സിൽ, അള്ളാഹു നമുക്ക് കണക്കാക്കിയതായ ആയുസ്സിൽ ഒരു റമദാനിനെ കൂടി വരവേൽക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നു. അൽഹംദുലില്ലാഹ്. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് പറയാൻ നമ്മൾ സന്നദ്ധരാകണം. കാരണം ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആന്റെ അധ്യാപനമാണ്. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാൻ നമ്മൾ സന്നദ്ധരായി കഴിഞ്ഞാൽ അള്ളാഹു ഇനിയും ധാരാളം നമുക്ക് നൽകും. പക്ഷേ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചാലോ അള്ളാഹുവിന്റെ ശിക്ഷ കഠോരമാണെന്ന് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വഇൻ കഫർതും ഇന്ന അദാബി ലശദീദ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു റമദാനിലേക്ക് അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നു. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ്, സെക്കൻഡുകൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. കഴിഞ്ഞ റമദാൻ നമ്മോടൊപ്പം തറാവീഹ് നമസ്കരിച്ച, നമ്മോടൊപ്പം നോമ്പ് തുറക്ക് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഇങ്ങനെ തുടങ്ങി നമ്മളിൽ നിന്ന് ഉറ്റവരും മുടയവരും പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവരിൽ നിന്നൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നമുക്ക് ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ റബ്ബിനെ സ്തുതിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞോക്കണം. എൻ്റെ കൂടെ ഒരു 11 തവണ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയും. എൻ്റെ കൂടെ പറയില്ല. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇനിയും ധാരാളം റമദാനുകൾ വരവേൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ ധാരാളം നന്മകൾ ചെയ്യാൻ, സ്വതകകൾ നൽകാൻ, പാവപ്പെട്ടവനെ, അശ്നരെ, രോഗിയെ സഹായിക്കാൻ, ഇഅ്തികാഫിന്റെ നിയ്യത്തുമായി ധന്യമാകാൻ, പരിശുദ്ധ ഖുർആനിന്റെ ഖത്മുകൾ തീർക്കാൻ, ദിക്റും സലാത്തുമായി ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് നൽകിയ മുഴുവൻ സമയവും റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഈ പരിശുദ്ധ റമദാൻ അനുകൂല്യമായി സാക്ഷ്യം വഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:45 കഴിഞ്ഞു. 1:50 ഒരു 3-3:30 വരെ
ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇരുന്നുകൊണ്ട്, പുരുഷന്മാരൊക്കെ അള്ളാഹുവിൻ്റെ പള്ളിയിലാണ് ഉള്ളത്, പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പള്ളിയിൽ അകത്തേക്ക് കയറിയിരിക്കുക. ഇഅ്തികാഫിന്റെ നിയ്യത്ത് ജുമുഅക്ക് മുമ്പ് തന്നെ എല്ലാവരും വെച്ചിട്ടുണ്ടാകും. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അല്ലാഹു തആലക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിന് കരുതി നിയ്യത്ത് വെക്കുക. അല്ലാഹു കബൂൽ ചെയ്തിരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ സദസ്സിലേക്ക് എനിക്ക് സംസാരിക്കാൻ നൽകിയ വിഷയം ആദരവിന്റെ റമദാൻ, മഗ്ഫിറത്തും റഹ്മത്തും. വളരെ കാലിക പ്രശസ്തിയേറിയ ഒരു വിഷയമാണ്. റമദാനിന് മുന്നോടിയായി റമദാനിനെ കുറിച്ച് നമ്മൾ അറിയണം, റമദാന്റെ ആദരവിനെ കുറിച്ച് അറിയണം, റമദാന്റെ റഹ്മത്തിനെ കുറിച്ചും മഗ്ഫിറത്തിനെ കുറിച്ചും ഒക്കെ റമദാനിൽ നമ്മൾ അറിയുകയും വേണം. വിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളൊക്കെ ഈ ഒത്തൊരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. വീണ്ടും റമദാൻ വരവേൽക്കുവാനും പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതരാകാനും അള്ളാഹു നമുക്ക് ആയുസ് നൽകി. വലിയ അനുഗ്രഹമാണ്. കഴിഞ്ഞ റമദാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ലെന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അവരിൽ ചിലരെങ്കിലും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാൻ, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരായിരുന്നു, നമ്മളെക്കാൾ എല്ലാത്തിനും കഴിവുള്ളവരായിരുന്നു. പക്ഷേ ഓരോ റമദാനിലും ജീവിതത്തിലുണ്ടായ ദോഷങ്ങൾ കഴുകി ശുദ്ധിയാക്കാനുള്ള സുവർണാവസരങ്ങളായിരുന്നല്ലോ. എന്നാൽ ഈ റമദാനിൽ അവർക്ക് അതിനുള്ള അവസരമില്ല. നമുക്കിതാ അല്ലാഹുവിന്റെ ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് പ്രകാരം വീണ്ടും അതാ റമദാൻ വരവേൽക്കാൻ സാധിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, അസ്സലാത്തുൽ ഖംസി വൽ ജുമുഅതു ഇലൽ ജുമുഅ വ റമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദാ തുൽബത്തുൽ ഖബാഇൽ. 5 വക്ത് നമസ്കാരം, ഒരു വക്ത് നമസ്കാരം നമ്മളിൽ നിന്ന് സംഭവിച്ചു. ഇനി അതാ ഇന്നത്തെ ദുഹർ കഴിഞ്ഞു, ജുമുഅ കഴിഞ്ഞു, ഇനി അതാ അസ്ർ വരാനിരിക്കുകയാണ്. അങ്ങനെ അതാ ദുഹർ നമസ്കരിക്കുന്നു, അസ്ർ നമസ്കരിക്കുന്നു, ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നമസ്കരിച്ചത് എന്ന് സങ്കല്പിക്കാം. അങ്ങനെ 2 വക്ത് നിസ്കാരങ്ങള് കൃത്യമായി നിസ്കരിക്കുന്ന വ്യക്തികൾക്ക് ആ 2 വക്തുകൾക്കിടയിലുള്ളതായ അവരിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, പാപങ്ങളുണ്ടല്ലോ, പാകപ്പിഴവുകളുണ്ടല്ലോ, പോരായ്മകളുണ്ടല്ലോ, അതിന് പരിഹാരമാണെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഇന്നത്തെ ജുമുഅ നമ്മൾ നമസ്കരിച്ചു. ഇനി അടുത്ത വെള്ളിയാഴ്ച ജുമുഅക്ക് നമുക്ക് ഭാഗ്യമുണ്ടായാൽ, അല്ലാഹു ആയുസ് നൽകിയാൽ, അല്ലാഹു ആരോഗ്യം നൽകിയാൽ നമുക്ക് ജുമുഅയിൽ പങ്കെടുക്കാം. ആർക്കും ഉറപ്പില്ല അടുത്ത ജുമുഅയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധ്യമാകുമോ, ഒരു ഉറപ്പും നമുക്കില്ല. ഈ റഹ്മത്തിന്റെ 10 പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കാൻ കഴിയുമോ, നമുക്ക് ഉറപ്പില്ല. ഈ റമദാനിൽ ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയുമോ, നമുക്ക് ഉറപ്പില്ല. ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് സ്വതന്ത്ര ചെയ്യണമെന്ന് നമ്മൾ പണ്ടേ തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി പലതും നമ്മൾ ഒരുക്കി വെച്ചതാണ്, പലതും സ്വരൂപിച്ചു വെച്ചതാണ്. പക്ഷേ അത് നൽകാൻ നമുക്ക് സാധ്യമാകുമോ, ഒരു ഉറപ്പ് നമുക്കില്ല. എല്ലാ റബ്ബിന്റെ കയ്യിലാണുള്ളത്, എല്ലാ റബ്ബിന്റെ അടുത്താണുള്ളത്. എപ്പോഴാണ് നമ്മൾ മരിക്കുക, എപ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വരിക, എപ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ വരിക, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയമുണ്ടല്ലോ, അത് റബ്ബിന് വേണ്ടി ചെലവഴിക്കാൻ, ദീനിന് വേണ്ടി ചെലവഴിക്കുവാൻ, നാളെ ആഖിറത്തിലേക്ക് പുണ്യം കിട്ടുന്ന അമലാക്കി മാറ്റുവാൻ നമ്മൾ സന്നദ്ധരാവണം. അങ്ങനെ ഇന്നത്തെ ജുമുഅയും കഴിഞ്ഞ് അടുത്ത ജുമുഅക്ക് നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ പള്ളി
പള്ളിയിൽ വരാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ, ഇർതികാഫിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ, ഖുതുബ ശ്രവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ, ഈ രണ്ട് ജുമഅകൾക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിനുള്ള പ്രായശ്ചിത്തമാണെന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജുമഅ കഴിയുന്നു, അടുത്ത ജുമഅ വരെ നമുക്ക് ആയുസ് കിട്ടിയാൽ, ആ ജുമഅയിൽ നമുക്ക് പങ്കെടുക്കാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ, അതിനിടയിൽ നമുക്ക് സംഭവിച്ച ചെറിയ ചെറിയ പാകപ്പിഴവുകൾക്കൊക്കെ അത് പരിഹാരമാണെന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി. അതുപോലെ തന്നെയാണ് വറമളാനു ഇലാ റമളാൻ. രണ്ട് റമളാനുകൾ കഴിഞ്ഞ റമളാനിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. വീണ്ടും ഇതാ ഒരു റമളാൻ കൂടി പുഴുകാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം ചെയ്തിരിക്കുകയാണ്. ഈ റമളാൻ വേണ്ട രൂപത്തിൽ വിനിയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ നബി പഠിപ്പിക്കുന്നു, ഈ രണ്ട് റമളാനുകൾക്കിടയിൽ നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ച എന്തെല്ലാം ചെറുദോഷങ്ങളുണ്ടോ അതൊക്കെയും മാപ്പാക്കാൻ പിന്നെ തൗബയുടെ ആവശ്യമില്ല, ഈ അമൽ മാത്രം മതി. കാരണം എന്താ, മുഗഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ തുനിബത്തിൽ ഖബായിൽ. ഈ രണ്ട് റമളാനുകൾക്കിടയിൽ വൻദോഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, വലിയ സബഉൽ മൂബിഖാത്തുകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, അത് പൊറുപ്പിക്കാൻ, അത് അല്ലാഹു മാപ്പ് നൽകാൻ ഈ രണ്ട് റമളാൻ നമ്മൾ ചെയ്ത അമലുകൾ മാത്രം മതി എന്നാ. എന്നാൽ വൻദോഷം സംഭവിച്ചാലോ അവിടെ അമൽ കൊണ്ട് മാത്രം പോരാ, മറിച്ച് തൗബയും കൂടി വേണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നർത്ഥം. വൻദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ തൗബ കൂടി ഉണ്ടാവണം. തൗബ ഉണ്ടാവണം, ചെയ്തു പോയ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം, ഇനി ആ തെറ്റിലേക്ക് പോവില്ലെന്ന് പ്രതിഷാദപിക്കണം, ചെയ്തു പോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിക്കണം, എന്നിട്ട് റബ്ബിനോട് തൗബയെ തേടിക്കൊണ്ട് ദുആ ചെയ്യണം. അപ്പോഴേ അതിനുള്ളതായ ആ ഒരു ഗഫറാത്ത് ലഭിക്കുകയുള്ളൂ. ചെറുദോഷങ്ങളോ അത് ഇതോടുകൂടി മായിഞ്ഞു പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് മദീനയുടെ രാജകുമാരൻ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരിക്കൽ കൂടി ഈ വിശുദ്ധമായ റമദാൻ വരവേൽക്കാനുള്ള ആയുസ് അല്ലാഹു നമുക്ക് തന്നു, ആരോഗ്യവും നമുക്ക് തന്നു. അല്ലാഹു ഇത് നീട്ടി തന്നപ്പോ അതിന്റെ നന്ദി ചെയ്യുക എന്ന് നമ്മുടെ ബാധ്യതയാണല്ലോ. എങ്ങനെയാണ് അതിന് നന്ദി ചെയ്യുക? അതിന്റെ നന്ദി എന്നോണം അനേകം കടങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പരിശുദ്ധ റമദാനിൽ ഒരുപാട് കടപ്പാടുകൾ നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. അതിൽ പ്രധാന ബാധ്യതയാണ് ഈ റമദാനെ അങ്ങേയറ്റം ആദരിക്കണം, ഈ പരിശുദ്ധ റമദാനെ അങ്ങേയറ്റം ബഹുമാനിക്കണം, ഈ പരിശുദ്ധ റമദാനെ അങ്ങേയറ്റം ബഹുമതിയോടെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇതിന് നമ്മൾ മുന്നിടണമെന്നാ. എങ്ങനെയാ റമദാനിനെ വരവേൽക്കുക? എങ്ങനെയാ റമദാനെ ബഹുമാനിക്കുക? എങ്ങനെയാ റമദാനെ ആദരിക്കുക? നമ്മൾ പഠിച്ചു വെക്കണം. റമദാനുമായി ബന്ധപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രമാണം റമദാനെ ബഹുമാനിക്കാനാണ്. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. അദ്ദേഹം ക്രിസ്ത്യാനിമാരുടെ കൂട്ടത്തിൽ നിന്നാണ് മദീനയിലേക്ക് വരുന്നത്. എന്തിനെ കുറിച്ച്? എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലത്തിൽ പ്രവാചകൻ വരാനുണ്ട്. നബുവത്തിന്റെ എല്ലാ അടയാളങ്ങളിലും പറഞ്ഞ ഒരു ഹബീബ് മദീനയിലുണ്ടെന്നറിഞ്ഞ് ആ മദീനയിലേക്ക് കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അതാ ആ കാണാൻ വേണ്ടി വന്നിട്ട് സൽമാൻ ഫാരിസി റഹ്മത്തുള്ളാഹി ഇസ്ലാമതം സ്വീകരിച്ചിട്ട് ഹബീബിന്റെ സദസ്സിലിരിക്കുകയാണ്. അങ്ങനെ അതാ ഈ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചിരുന്നുകൊണ്ട് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രഭാഷണം നടത്തുകയാണ്. എന്നാണ് പ്രഭാഷണം നടത്തുന്നത്? റമദാനിന് മുന്നോടിയായിട്ടാണ്, ശഅബാന്റെ അവസാനത്തിലാണ്. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിർ യൗമി മിൻ ശഅബാൻ. ശഅബാന്റെ അവസാന ദിനങ്ങളിൽ, അവസാന രാത്രികളിൽ, അവസാന ദിനരാത്രങ്ങൾ കടന്നു വന്നപ്പോ
ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, ജനങ്ങൾ ഉപദേശം കൊടുക്കുകയാണ്. എന്തായിരുന്നു ഹബീബിന്റെ ഉപദേശം എന്നറിയുമോ? യാ അയ്യുഹന്നാസ് ഖദ് അദല്ലകും ശമറുൻ അലീം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. ഇവിടെ സ്വഹാബ എന്നല്ല ഉദ്ദേശിച്ചത്, സഹാബത്തിനോട് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഏതെല്ലാം മനുഷ്യകുലത്തിൽപ്പെട്ട ആളുകളുണ്ടോ അവിടെ എല്ലാവർക്കും ബാധ്യതയാകുന്ന രീതിയിൽ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചത് യാ അയ്യുഹന്നാസ്, ഓ ജനസമൂഹമേ. ഖദ് അദല്ലക്കും, നിങ്ങൾക്കിതാ തണൽ വിരിക്കുന്ന, ആശ്വാസത്തിന്റെ തണൽ നൽകുന്ന ഒരു മാസം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ശഹ്റുൻ അലീം, ഇത് മഹത്വമുള്ള ഒരു മാസമാണ്. അലീം എന്നാൽ മഹത്വമുള്ളത്, ആദരണീയം എന്നാണല്ലോ അർത്ഥം. ഇതാ ആദരവുള്ള, മഹത്വമുള്ള ഒരു മാസം ഇതാ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. ആദരവിന് അർഹതപ്പെട്ട എന്തിനേയും ആദരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നല്ല വിശ്വാസ അടയാളമാണ്. ആദരിക്കുക, ബഹുമാനിക്കേണ്ടത് ബഹുമാനിക്കുക, വില കൽപ്പിക്കേണ്ടത് വില കൽപ്പിക്കുക. എന്നാൽ നിന്ദിക്കേണ്ട സമയത്ത് ആ ഒരു സന്ദർഭങ്ങളിൽ മാത്രമേ നിന്ദിക്കാവൂ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അത് വമൻ, ഒരുത്തൻ, ഏതൊരുത്തനാവട്ടെ, അവൻ ആരുമായിക്കൊള്ളട്ടെ, അവൻ മൂലയിലാവട്ടെ, നാടനാവട്ടെ, തങ്ങളാവട്ടെ, പണമുള്ളവനാവട്ടെ, പണമില്ലാത്തവനാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, വമൻ ഒരുത്തനുണ്ടല്ലോ യുഅല്ലിം ശആയിറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ് പള്ളിയും മദ്രസയും, അതുപോലെ റമദാനും ശഅബാനും ബറാഅത്തും റജബും ഇങ്ങനെ തുടങ്ങിയതായ ദീനിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, തീർച്ചയായും അവന്റെ ഹൃദയമാണ് തഖ്വയുള്ള ഹൃദയം, അവന്റെ ഹൃദയമാണ് സൂക്ഷ്മതയുള്ള ഹൃദയം. ചുരുക്കത്തിൽ റമദാനിനോടുള്ള ഒന്നാമത്തെ ബാധ്യത ആ റമദാനെ ആദരിക്കലാണ്, ആ റമദാനെ ബഹുമാനിക്കലാണ്. എങ്ങനെയാ ബഹുമാനിക്കേണ്ടത്? പഠിച്ചു വെക്കണം നമ്മള്. റമദാനെ ആദരിക്കുക എന്നാൽ റമദാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ചിന്തകൾ എല്ലാം റമദാന്റെ പദവിക്ക് യോജിച്ചതായിരിക്കണം, റമദാന്റെ ആദരവ് യോജിച്ചതായിരിക്കണം, എല്ലാ രൂപത്തിലായിരിക്കണം. ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിലോ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഉസ്താദ് വരികയാണ്, ഒരു തങ്ങൾ വരികയാണ്. ആ ഒരു ഉസ്താദ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ, അല്ല ഒരു സയ്യിദൻ വരുമ്പോ, ഒരു പണ്ഡിതൻ വരുമ്പോ, ആ നമ്മുടെ വീട്ടിൽ അത്രയും സമയമുണ്ടായിരുന്ന ആളൊക്കെ ആകെ പരന്നു കിടന്നിരുന്നല്ലോ, അവിടെയും ഇവിടെയുമായിരുന്നു വലിച്ചെറിഞ്ഞു. ഉസ്താദ് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ ആ സോഫന്റെ വിരിയൊക്കെ നമ്മളൊന്ന് ശരിയാക്കിയിടും. കലവില കൂട്ടുന്ന മക്കളോടൊന്ന് കലവില കൂട്ടാതിരിക്കാൻ വേണ്ടി പറയും. ഇനി ഭൗതികപരമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മന്ത്രിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ ആരെങ്കിലുമാണ് നമ്മളോട് വരുന്നതെങ്കിൽ അയാളോക്ക് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കും. അത് അയാളുമായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ അയാൾ അഭിമുഖീകരിക്കുമ്പോ നല്ല വസ്ത്രം ഇട്ടിട്ടേ നമ്മൾ അഭിമുഖീകരിക്കൂ. അയാൾ സംസാരിക്കുമ്പോ മാന്യമായ രീതിയിലേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ മാന്യമായ രീതിയിലേ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. അവിടെ അപ്പുറത്തെ കസാരൻ അവിടെ പോയി ഇരുന്നോട് നമ്മളാരും നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ നമ്മളോട് പറയാറില്ല. ചുരുക്കത്തിൽ
നമ്മളിലേക്ക് കടന്നു വന്ന ഒരു അതിഥിയാണ് പരിശുദ്ധ റമദാൻ. അപ്പോ ആ റമദാന്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത സംസാരം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സംസാരം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് റമദാനെ അനാദരിക്കലാണ്. റമദാനെ ആദരിക്കുന്ന കൂട്ടത്തിൽ പെടില്ല. റമദാന്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത സംസാരം നമ്മൾ ഉണ്ടാവരുത്, ഒരു പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവരുത്, ഒരു സമീപനങ്ങൾ നമ്മൾ ഉണ്ടാവരുത്. ഉണ്ടായാൽ അനാദരവാൻ. ആദ്യം വേണ്ടത്, ചുരുക്കം ഒരു ഉദാഹരണം പറയാം. ഒരാൾ രോഗിയാണ്, നോമ്പ് നോൽക്കാൻ കഴിയില്ല, നോമ്പ് നോക്കാൻ പ്രയാസമാണ്. ശറഈന്റെ എല്ലാ വിധിവിലക്കുകളും അനുസരിച്ചുകൊണ്ട് അയാൾക്ക് നോമ്പ് നിർബന്ധവുമില്ല. എന്നിരുന്നാലും അയാൾക്ക് ഭക്ഷണം കഴിക്കുമ്പോ അയാൾ വളരെ രഹസ്യമായിട്ട് റമദാൻ ഭക്ഷണം കഴിക്കാവൂ, എനിക്ക് ഏതായാലും നോമ്പ് നോക്കാൻ കഴിയില്ല, ഞാൻ നോമ്പ് നോക്കാൻ നിർബന്ധിതനുമല്ല, പിന്നെ ഞാൻ എന്തിനാണ് കാത്തു സൂക്ഷിക്കുന്നത്? അയാൾ അങ്ങാടി വരുന്നു, പഴം കടയിൽ നിന്ന് വാങ്ങി പരസ്യമായി ഭക്ഷിക്കുന്നു. ഇത് ചെയ്യാറില്ല, നമ്മൾ ആരും ചെയ്യാറില്ല. കാരണം എന്താ? അത് റമദാനുള്ള അനാദരവാണ്. ഇനി അങ്ങനത്തെ ഒരു പ്രവണത നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കുകയും വേണം. കാരണം റമദാനെ ആദരിക്കാനാണ് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. വിശുദ്ധ വീട്ടിലെ പെരുമാറ്റം അപ്രകാരമായിരിക്കണം, ആ നിലക്കായിരിക്കണം. പുറത്തിറങ്ങുമ്പോ ആ റമദാനിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം പുറത്തിറങ്ങേണ്ടത്. പള്ളിയിലേക്ക് വരുമ്പോ ആ വാക്കിലും നോക്കിലും ആ മാറ്റം പ്രകടമാകണം. ഗുണകരമായ ഈ മാറ്റമാണ് നോമ്പ് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അവരാണ് റമദാൻ കൊണ്ട് വിജയിച്ചവർ. റമദാൻ കൊണ്ട് വിജയിച്ചവർ. അതിനു വേണ്ടിയാ റമദാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഈ 11 മാസക്കാലം നമ്മുടെ ജീവിച്ചപ്പോ പരിശുദ്ധ റമദാൻ നമ്മൾ നേടിയെടുത്ത ഒരുപാട്, കഴിഞ്ഞ റമദാൻ നേടിയെടുത്ത ഒരുപാട് നന്മകൾ നമ്മൾ ഉണ്ടായിരുന്നു. കാലചക്രങ്ങൾ മുന്നോട്ട് ഗമിച്ചപ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളിൽ നിന്നുള്ള പല നന്മകളും പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വന്നു. വീണ്ടും അതൊരു അവസരം നൽകുകയാണ്, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ, റീഓപ്പൺ ചെയ്യാൻ ഒരു അവസരമാണ് റമദാൻ നൽകുന്നത്. സ്റ്റോപ്പ് ഇടുന്നു, പിടിച്ചു നിർത്തുകയാണ്. പിടിച്ചു നിർത്തിയിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന കുറവുകൾക്ക് നികത്താൻ വീണ്ടും അത് അവസരം നൽകുകയാണ്. കഴുകി ശുദ്ധീകരിക്കാൻ എല്ലാത്തിനുമുള്ള അവസരമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതല്ലേ? പരിശുദ്ധ ഖുർആനിലെ അൽ-ബഖറ സൂറത്തിലോ 183 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. എല്ലാ റമദാനും കേൾക്കുന്ന ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് പ്രകാരം നിങ്ങൾക്കും ഇതാ നോമ്പ് ഇവിടെ നിർബന്ധമാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. നിങ്ങൾ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഹൃദയത്തിൽ ഒരു കാര്യം ചിന്തിക്കുമ്പോ സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം നമ്മുടെ നോട്ടവും കേൾവിയുമെല്ലാം സൂക്ഷ്മതയിലായിരിക്കണം. തഖ്വയുടെ ഡെഫിനിഷൻ എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? മഹാത്മാ പഠിപ്പിച്ചല്ലോ, ഹിയ ഇബാറത്തുൻ ഇംതിസാലി അവാമിരില്ലാഹി തആല വജ്തിനാബി നവാഹി. ഇതിനാ തഖ്വ എന്ന് പറയാ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് അത്തഖ്വ ഹൗന എന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് എന്താ? തഖ്വ എന്ന് ഇംതിസാലി അവാമിരില്ലാഹി തആല, അല്ലാഹ് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്യാ. അന്നൊരു കാര്യം വിലക്കിയിട്ടുണ്ടോ അത് വെടിയാ. ഇതിനാണ് തഖ്വ എന്ന് പറയാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. വിലങ്ങിയ ഒരു കാര്യവും ചെയ്യരുത്. അതിന് നമ്മുടെ ഹൃദയത്തെ നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കുക, അതിനു വേണ്ടി നമ്മൾ ശക്തിപ്പെടുത്തുക. അതിനാണ് പരിശുദ്ധ റമദാൻ അല്ലാഹു നൽകിയത്. ഇന്ന ശൈത്വാന അദുവ്വും മുബീൻ. ശൈത്വാൻ നമ്മളുടെ പ്രകൃതമായ ശത്രുവാൻ. എല്ലാ രീതിയും നമ്മളെ വഴിപിഴപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസൻസ് കൊടുത്ത, ബലം കൊടുത്ത വ്യക്തിയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് എന്നാൽ ആ തഖ്വയുള്ള മുഖ്ലിസീങ്ങളെ മാത്രം വഴിപിഴപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. അല്ലാഹു മുഖ്ലിസീങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മുഖ്ലിസീങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഓമിന്റെ ബഹുമാനത്തിന് ചേരാത്ത സംസാരങ്ങൾ, നോട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇടപാടുകൾ എല്ലാം ഒഴിവാക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അവരാണ് റമദാൻ കൊണ്ട് വിജയിച്ചവർ. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചില്ലേ, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നേരായ വഴി നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സിന് വേണ്ടി സന്നദ്ധരായി കഴിഞ്ഞാൽ അല്ലാഹു ബോധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫുജൂർ, എന്താണ് തഖ്വ എന്ന് അവനെ തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഫുജൂർ എന്താണ്, തഖ്വ എന്താണെന്ന് മനസ്സിലായി, അഥവാ തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ട് ഖദ് അഫ്ലഹ വിജയിച്ചിരിക്കുന്നു. മൻ സക്കാഹാ, മനസ്സിനെ ശുദ്ധിയാക്കി വരാലോ, ശരീരത്തെ ശുദ്ധിയാക്കി വരാലോ. അവന്റെ വാക്കിനും പ്രവൃത്തിയിലും നോട്ടത്തിലും ഇരുത്തത്തിലും ഉണർവിലും കുടുംബ ജീവിതത്തിലും സഹവർഗ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും എല്ലാത്തിനെയും ശുദ്ധീകരിച്ചു വരാലോ. ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ വഖദ് ഖാബ മൻ ദസ്സാഹാ, ആ മനസ്സിനെ മലിനപ്പെടുത്തിയവരുണ്ടല്ലോ, ആ മനസ്സിൽ കുശുംബവും വാശിയും അഹങ്കാരവും ലഅനും തഅനും അസൂയയും വബീമത്തും നമീമത്തും എല്ലാം നിറച്ചവരാരോ അവർ പരാജിതരാണ്. അവർക്ക് വിജയിക്കാൻ സാധ്യമായിട്ടില്ല. അവർക്ക് റമദാൻ ഒന്നല്ല, റമദാൻ ഉണ്ടല്ല, റമദാൻ 30 കിട്ടിയാലും റമദാൻ 10 വർഷം കിട്ടിയാലും ആയുസ് മുഴുവൻ റമദാനായാലും അതുകൊണ്ട് പ്രയോജനമില്ലേ ഇല്ല. എന്നാൽ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, ദീനിനെ കുറിച്ച് മനസ്സിലാക്കി, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിയിട്ട് ചെയ്തു പോയ ദോഷങ്ങളുണ്ടല്ലോ, ചെയ്തു പോയ പാകപ്പിഴവുകളുണ്ടല്ലോ, അതെല്ലാം റബ്ബിനോട് ഏറ്റു പറഞ്ഞിട്ട് റബ്ബേ ഇനി അത്തരം തെറ്റിലേക്കില്ല, എന്ത് തെറ്റാണെങ്കിലും റബ്ബേ ശർറിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുമല്ലോ എന്ന് റബ്ബിനോടങ്ങ് ദുആ ചെയ്തിട്ട് അവന്റെ ഹൃദയം ശുദ്ധീകരിച്ചാൽ, അവന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിയാൽ, അവന്റെ നോട്ടവും വിരുദ്ധവും കടത്തവും ഇറക്കവും സമ്പാദ്യവും ഉപജീവനവും ആരൊക്കെ നന്നാക്കിയോ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആന്റെ അധ്യാപനം നിർത്തിക്കൊണ്ട് നമ്മെ ഉണർത്തുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാത്തവൻ നോമ്പിനും റമദാനെയും അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലല്ല റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന, നാം പ്രവർത്തിക്കുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ, നാം ചെയ്യുന്ന തൊഴിൽ, നമ്മളുടെ സഹപാഠികൾ, സുഹൃത്തുക്കൾ, നമ്മളുടെ മറ്റുള്ള മേഖലകളിൽ ഇതിലെല്ലാം സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അവിടെയൊക്കെയും സ്വന്തം തനിക്ക് സ്വന്തം എന്നുള്ള പല്ലവിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ റമദാൻ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. വെറും വിശപ്പും ദാഹവും മാത്രമേ ഉണ്ടാവൂ എന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
റസൂൽ പഠിപ്പിക്കുന്നു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരുത്തൻ ധാരാവട്ടെ, അവൻ ലം യദഅ, അവൻ എന്ത് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല, മോശമായ വാക്കുകൾ, മോശമായ പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഒഴിവാക്കിയിട്ടില്ല. മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല, മോശമായ വാക്കുകളിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാത്ത ഒരുത്തനുണ്ടല്ലോ, അല്ലാഹുവിന് ആവശ്യമില്ല അവൻ ഭക്ഷണം ഒഴിവാക്കൽ അല്ലാഹുവിന് ആവശ്യമില്ല, അവൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രം അല്ലാഹുവിന് ആവശ്യമില്ലെന്ന ലോകത്തിന്റെ നേതാവ്, മദീന രാജകുമാരൻ, അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നോമ്പ് നോൽക്കാതല്ല പ്രശ്നം, നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്, അത്താഴം നീച്ചിട്ടുണ്ട്, അത്താഴം കഴിച്ചിട്ടുണ്ട്, നിയ്യത്ത് വെച്ചിട്ടുണ്ട്, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് അവന്റെ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല എന്ന് പറഞ്ഞത്? അവിടെ നോമ്പ് പിടിക്കാത്തതല്ല, മറിച്ച് നോമ്പിന്റെ മാന്യത കാത്തു സൂക്ഷിക്കാത്തതാണ് പ്രശ്നം. നോമ്പ് നോൽക്കുമ്പോ കേവലം ഭക്ഷണം മാത്രം ഒഴിവാക്കിയാൽ പോലെ ഫറദ് വീടും. അതിന്റെ പുണ്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടത്തിൽ നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നോട്ടവും ഇരുത്തവും കിടത്തും ഉറക്കവും ഉണർവും യാത്രയും നമ്മളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മേഖലകളുണ്ടോ അതൊക്കെയും സാംശീകരിച്ചിട്ടായിരിക്കണം റമദാൻ നമ്മൾ വരവേൽക്കേണ്ടത്. റമദാൻ മാത്രമുള്ളതാണ് തറാവീഹ് നമസ്കാരം. ആ തറാവീഹിനെ അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നിത്യവും കൊണ്ടുവരുന്നവരായിരിക്കണം. അത് തറാവീഹ് സുന്നത്തല്ലേ ഉള്ളൂ, ഇവിടെ ഫർദ് ചെയ്യാൻ സമയമില്ല എന്ന കാഴ്ചപ്പാടാവരുത്. തറാവീഹ് നമസ്കരിക്കുന്നവർ അങ്ങേയറ്റം ബഹുമാനത്തോടെ ആ തറാവീഹ് നമസ്കരിക്കണം. അതിന്റെ ബഹുമാനത്തിനങ്ങുന്ന സുന്നത്തായ വേഷം ധരിച്ചുകൊണ്ടായിരിക്കണം. നമുക്കറിയാമല്ലോ, നിസ്കരിക്കുന്ന സമയത്തും അതല്ലെങ്കിൽ മറ്റുള്ള സമയത്തൊക്കെ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് സുന്നത്താക്കി തന്നതാണ് വെള്ളവസ്ത്രം എന്നുള്ളത്. റമദാനിലേക്ക് വെള്ളവസ്ത്രം ധരിക്കാൻ നമ്മൾ സന്നദ്ധരാവണം, തലമറക്കാൻ സന്നദ്ധരാവണം, തല തുറന്നിട്ടുണ്ടായിരിക്കും നിസ്കരിക്കുന്നത്. അങ്ങനെ വേഷം ധരിച്ച് സുഗന്ധം ഉപയോഗിക്കണം. ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് ജമാഅത്തിൽ പങ്കെടുക്കണം. അലസത ഒഴിവാക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം നോമ്പ് തറാവീഹ് കൊണ്ട് മഗ്ഫിറത്ത് ലഭിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ടോ? നോമ്പോ ആവട്ടെ അതല്ലെങ്കിൽ തറാവീഹ് ആവട്ടെ, രണ്ടും ഒരുപോലെ വന്ന ഹദീസാണ്. മൻ ഖാമ റമളാന ഈമാനൻ വഇഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു ഹദീസ് മറ്റൊരീസോ മൻ സ്വമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരേപോലെ അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചത് നോമ്പും തറാവീഹും ഇവ രണ്ടും നമുക്ക് അതിന്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈമാൻ, ദൃഢമായ വിശ്വാസത്തോടു കൂടെയായിരിക്കണം. അതിനൊക്കെ ഉണ്ടാവാം. പക്ഷേ രണ്ടാമത്തെ കാര്യം ഇഹ്തിസാബ് വേണം. എന്താ ഇഹ്തിസാബ്? ഇസ്ലാം രണ്ടർത്ഥത്തിൽ പറയുന്നത് ഇഖ്ലാസ്, നിഷ്കളങ്കമായിരിക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാലോ ഇത് ചെയ്താൽ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് കിട്ടാനുണ്ട്, ഇത് ചെയ്താൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുണ്ട്, ഇത് ചെയ്താൽ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ എന്റെ മീസാനിൽ ഒരുപാട് നന്മകൾ വരാനുണ്ട്. അങ്ങനെ റബ്ബിന്റെ പ്രതിഫലം മോഹിച്ചവനായിട്ടായിരിക്കണം, റബ്ബിന്റെ പ്രതിഫലം മോഹിച്ചവനായിട്ടായിരിക്കണം.
ഇഖ്ലാസോട് കൂടി ആയിരിക്കണം, ഈമാൻ ദൃഢപ്പെടുത്തിയായിരിക്കണം തറാവീഹ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ തറാവീഹ് നമസ്കരിച്ചാൽ മറ്റേ തറാവീഹ് ഇങ്ങനെ 5 റക്അത്താകുമ്പോൾ ക്ലോക്കിലേക്ക് നോക്കും 22 കഴിയാന്, അലസതയോടുകൂടി ആയിരിക്കരുത്. അങ്ങനെ ഈമാനോട് കൂടിയാണ്, ഇടയ്ക്കിടെ ക്ലോക്കിലേക്ക് നോക്കുന്നില്ല. അല്ലെങ്കിൽ ഇമാമോ 2 റക്അത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ അടുത്ത റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഉടനെ എണീറ്റുകൊണ്ട് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ ചേരുകയാണ്. ചില കുട്ടികളൊക്കെ ഉണ്ടാകും, തറാവീഹ് ആയി കഴിഞ്ഞാൽ ഇമാമ സൂറത്തിന്റെ അവസാനത്തായി തോന്നുമ്പോഴായി അവിടെ എണീക്കുള്ളൂ. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഫാത്തിഹയില്ല, ഫാത്തിഹയില്ലാതെ നിസ്കാരമുണ്ടോ? മസ്ബൂക്കിന്റെ ഉസ്താദേ ഫാത്തിഹ നിർബന്ധമില്ലല്ലോ. മസ്ബൂക്കായ ആള് ഫാത്തിഹ ഇമാം വഹിക്കുമെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം. ആരാണ് മസ്ബൂക്ക്? അത് പഠിച്ചു വെക്കണം. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവനാണ്. എന്തേ ഇവിടെ കൂടിയ മക്കൾക്ക് ഫാത്തിഹ സമയം ഉണ്ടായിരുന്നില്ലേ? അവിടെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അലസകാലത്ത് കാരണമല്ലേ ആ ഫാത്തിഹ നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, തറാവീഹ് നമസ്കരിക്കുമ്പോ ആ തറാവീഹിനുള്ള മാന്യതയെല്ലാം പാലിക്കണം. നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം ഉപയോഗിക്കണം, ഇഖ്ലാസോട് കൂടിയായിരിക്കണം, ഇഹ്തിസാബോട് കൂടിയായിരിക്കണം. അങ്ങനെ റബ്ബിൽ നിന്ന് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് തറാവീഹ് നമസ്കരിച്ചാൽ അത് മഗ്ഫിറത്തിന് കാരണമാണെന്ന് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മറ്റൊരു കാര്യം, അതുപോലെ തന്നെ നോമ്പ് തുറ വലിയ മഹത്തരമായ ഒരു അമലാണ്. അങ്ങേയറ്റത്തെ ബഹുമാനത്തോടു കൂടിയായിരുന്ന നോമ്പ് തുറ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർ പക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാ ആളുകളും അതുമായിട്ട് സഹകരിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി, നമ്മളെ കൊണ്ട് കഴിയുന്ന പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. ആ പരിശുദ്ധ റമദാനിൽ നാം ചെയ്യുന്ന സത്വങ്ങൾക്ക് വല്ലാത്ത മഹത്വമുണ്ട്, വല്ലാത്ത കൂലിയുണ്ട്. ആ കൂലിയെല്ലാം നമുക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നല്ല സംഖ്യകൾ നേടിക്കൊണ്ടില്ലാണ് സ്വതക്ക ചെയ്യുക. ഒരു തീനെ കെടുത്തിക്കളയുന്ന വെള്ളം പോലെയാണ് സ്വതക്ക എന്നുള്ളത്. സ്വതക്ക ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം സംഭവിക്കുന്ന സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുമെന്ന് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സംഭാവന ചെയ്തുകൊണ്ട് ഈ സംരംഭത്തിനെ വിജയമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമ്മുടെ സുഹൃത്തിനും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം നമ്മളിവിടെ പറഞ്ഞത്, തറാവീഹിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യമാണ് നോമ്പ് തുറ. ഇന്ന് ഫാഷനായി മാറിയിരിക്കുകയാണ് നോമ്പ് തുറകളൊക്കെയും. അതിന്റെ മഹത്വമെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിൽ ഒച്ചപ്പാടും ബഹളവും, എത്രത്തോളം കാലം പുരോഗമിച്ച് പാട്ടും ഡാൻസും വരെയൊക്കെ റമദാനുമായി ബന്ധപ്പെട്ട നോമ്പ് വരികയാണ്. സമൂഹ നോമ്പ് തുറവയും മറ്റുള്ള എല്ലാ ജാതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള ക്ലബ്ബുകൾ മുഖാന്തരമുള്ള നോമ്പ് തുറവൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആ നോമ്പുകളുടെ പിന്നിൽ നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് നമ്മൾ തടയിടണം. വല്ലാതെ ആദരവോടുകൂടി, വല്ലാതെ ബഹുമാനത്തോടുകൂടി, ഇജാബത്തിന്റെ നരകമോചത്തിന്റെയും സമയമാണെന്ന ബോധത്തോടു കൂടിയായിരിക്കണം ആ സമയം നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറയുകയാണ്, ഇന്ന ഇൻദ കുല്ലി ഫിതറിൻ, എല്ലാ നോമ്പുകളുടെ സമയത്തുമുണ്ട് നരകമോചനമുണ്ട്. എല്ലാ രാത്രിയിലുമുണ്ട്. എല്ലാ ഓരോ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്തും ഒരുപാട് ആളുകൾ നരകമോചന സമയമാണ്. ഒരു ഹദീസ് നമ്മൾ കാണാം, കുല്ലുഹും ഇസ്തജാബന്നാർ, അതുവരെ ആദ്യമേ നരകം നിർബന്ധമായി വെക്കുന്ന പലർക്കും അല്ലാഹു നരകമോചനം നൽകുന്ന സമയമാണ് നോമ്പുതുറന്ന സമയം. ആ സമയത്ത് നമ്മൾ ദിക്റിലും ഇസ്തിഗ്ഫാറിലും ദുആയിലുമായിട്ട് അല്ലാഹുമ്മ ഗഫിർലി യാ വാസിയൽ മഗ്ഫിറ എന്ന പ്രാർത്ഥന ധാരാളം നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മഗ്രിബിയുടെ ബാങ്ക് കൊടുക്കുന്ന സമയമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്
ആയിരിക്കണം നോമ്പുകളുടെ സദസ്സിലുണ്ടായിരിക്കേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്ന് നോമ്പുകൾ ബഹളമയവും ശബ്ദമായി മാറിയിരിക്കുന്നു. ഇത് റമദാന്റെ ബഹുമാനത്തിന് എതിരാണ്. നോമ്പ് തുറക്ക് വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ ആ നോമ്പ് തുറ കാരണം അതിന്റെ മഹത്വത്തെ റമദാന്റെ ആദരവ് നിലയ്ക്കാത്ത പ്രവർത്തനമുണ്ടെങ്കിൽ അതിന് തടയിടണം. ഈ നിലക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരുടെ നോമ്പ് ചിട്ടപ്പെടുത്താത്തവരുടെ നോമ്പുണ്ടല്ലോ അത് വെറും പട്ടിണി കിടക്കലാണെന്നും അതുകൊണ്ട് യാതൊരു ഫലവുമില്ലെന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഹദീസ് പറഞ്ഞു. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം മൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലാ അല്ലാഹ് വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലാ സഹർ. എത്ര നോമ്പുകാരാണ് അവർ നോമ്പ് നോക്കുന്നുണ്ട്, പക്ഷേ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലാ അല്ലാഹ് ആ നോമ്പ് കൊണ്ടുണ്ടല്ലോ ആ നോമ്പ് കൊണ്ട് വെറും ഒരു ദാഹമല്ലാതെ വിശപ്പല്ലാതെ മറ്റൊന്നും അവർക്ക് ആഖിറത്തിൽ ലഭ്യമാകാനില്ല. എത്ര നിസ്കാരക്കാരാണ് അവരതാ ജമാഅത്തിന് വരുന്നുണ്ട്, തറാവീഹിന് വരുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരം കൊണ്ടുണ്ടല്ലോ ആ തറാവീഹ് നമസ്കാരം കൊണ്ട് വെറും ഒരു ക്ഷീണമല്ലാതെ അവർക്ക് മറ്റൊരു പ്രതിഫലവും ഇല്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റമദാന്റെ മാന്യതയ്ക്ക് നിൽക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടുള്ളതായ നോമ്പ് തുറ, റമദാന്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത നിലക്കുള്ളതായ നോമ്പ്, റമദാന്റെ തറാവീഹിന്റെ മാന്യതയ്ക്ക് നിൽക്കാതെ രീതിയുള്ളതായ തറാവീഹ് നമസ്കാരം വെറും കാട്ടിക്കൂട്ടൽ, ഇതൊന്നും റബ്ബിന് ആവശ്യമില്ലെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ എത്ര നീരസത്തോടെയായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കാണ്. റമദാൻ വന്നിട്ട് നന്നാവാമെങ്കിൽ ഒരിക്കലും നന്നാവൂല എന്നല്ലേ ഹബീബായ മുത്തുനബിന്റെ ആ ഒരു വചനം നമുക്ക് മനസ്സിലാവാനുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് അത്രയും ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ് റമദാൻ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്. അതിന്റെ ബഹുമാനത്തിനും മാതിരിയും യോജിക്കാത്ത പ്രവർത്തനം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നോമ്പ് കൊണ്ട് വെറും ഒരു ക്ഷീണമേ നമുക്ക് അനുഭവിക്കാനുള്ളൂ. ആ നിസ്കാരം കൊണ്ട് വെറും നമുക്ക് ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ നേട്ടക്കാരായിരിക്കും, ദുനിയാവിൽ ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടും. 30 തറാവീഹ് മുടങ്ങാൻ നിസ്കരിച്ച ആളാണ്, എല്ലാ ദിവസവും നോമ്പ് തുറ സംഘടിപ്പിച്ച ആളാണ്, ദുനിയാവിൽ നേട്ടമുണ്ടാകും. പക്ഷേ ഈ ആഖിറത്തിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ഈമാൻ വേണം, ഇഹ്തിസാബ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തുള്ളതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് മഖബൂലും മർദിയുമായ നോമ്പ് തറാവീഹ് മറ്റു അമലുകളും ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യത്തിന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ റമദാനുമായി ബന്ധപ്പെട്ട നാം പൂർത്തീകരിക്കേണ്ട മറ്റൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം. പലപ്പോഴും കാലങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് ഗമിച്ചു, വെറും ഖുർആൻ പാരായണം റമദാനിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആലോചിച്ചൊക്കെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ എത്ര പേരാ നിത്യവും ഖുർആൻ ഓതുന്നത് എന്നുള്ളത്. റമദാൻ വന്നപ്പോഴെങ്കിലും ചില ആളുകൾ ഖുർആനുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. നമ്മുടെ ജോലി തിരക്ക് മറ്റുമൊക്കെ ആയിട്ട് രാവിലെ 6 മണി 7 മണിക്ക് ജോലിക്ക് പോകും, വൈകുന്നേരം 10 മണിക്ക് തിരിച്ചു വരും. എനിക്ക് ലോഹറും അസറും മൈലിഷാക്ക് ജോലി സ്ഥലം നമസ്കരിക്കുന്നു. ഖുർആനുമായി ബന്ധപ്പെടാൻ സമയം കിട്ടാറില്ല. പക്ഷേ സൗകര്യങ്ങൾ പലതാണ്. പഴയ കാലം പോലെയല്ല. ഇന്ന് ഖുർആനിന്റെ ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെ കയ്യിലും നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണുകൾ അല്ലെങ്കിൽ ഐഫോണുകൾ. ഈ മൊബൈൽ ഫോണില്ലാത്ത ആരാണുള്ളത്? അത് കാരണന്മാരായ ചെറിയ മക്കൾ മുതൽ വലിയ ഉമ്മമാർ വരെ എല്ലാവരുടെ കൈവശമുള്ള ഈ മൊബൈലിൽ ഒരു ഖുർആന്റെ ആപ്ലിക്കേഷൻ കയറ്റാൻ കേവലം 2 MB മതി. അതല്ലെങ്കിൽ കേറി വന്നാൽ 10 MB കൂടി MB ഉള്ളതുമുണ്ടോ? ഇനി MB ഒന്നും ആവശ്യമില്ല, ഡോക്യുമെന്റ് ഫയൽ അതും വേണ്ട. ഇതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട്
നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ, അല്ലെങ്കിൽ നമ്മുടെ യാത്രകൾക്കിടയിൽ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളതായ ഒഴിവ് സമയങ്ങൾക്കിടയിൽ ഒരു 5 മിനിറ്റെങ്കിലും ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? അല്ലെങ്കിൽ നിത്യം ഒരു യാസീനെങ്കിലും പതിവാക്കാൻ, ഒരു യാസീന് മുഴുക്കുമെങ്കിലും ഓതാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. ആ പരിശുദ്ധ റമദാനിലാണ് ഖുർആൻ അവതരിച്ചത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് ഖുർആൻ പാരായണത്തെ അധികരിപ്പിക്കാൻ ഈ സമയം നമ്മൾ എല്ലാവരും വിനിയോഗപ്പെടുത്തണം. ഇമാമുന ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ റമദാൻ ആയി കഴിഞ്ഞാൽ 60 ഖത്തമുകൾ തീർക്കാറുണ്ടായിരുന്നു അത്രേ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. ഓരോ ദിവസവും 2 ഖത്തം വീതം, രാവിലെ ഒരു ഖത്തമ്, അതുപോലെ തന്നെ വൈകുന്നേരം മറ്റൊരു ഖത്തമ്, എന്നിങ്ങനെ 2 ഖത്തമുകൾ ഒരു ദിവസം. അങ്ങനെ പരിശുദ്ധ റമദാൻ തീരുമ്പോഴേക്കും 60 ഖത്തമുകൾ തീർക്കുമായിരുന്നു. ഖുർആനിന്റെ പാരായണക്കാരന് ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ പറയുന്നു, യജീഉൽ ഖുർആന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ വരും. എങ്ങനെയാ വരുന്നത് ഖുർആൻ? യജീഉൽ ഖുർആൻ, ഖുർആൻ വരും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. എന്നിട്ട് യഖൂലു, ആ ഖുർആൻ അല്ലാഹുവിനോട് പറയുമത്രേ, യാ റബ്ബി ഹൽഹി, അല്ലാഹുവേ ഇയാളെ നീ ഹല്ല് ചെയ്യണം, ഇയാളെ നീ മോചിപ്പിക്കണം. ആരെയും സ്വാഹിബുഹു, ഈ ഖുർആൻ പാരായണം ചെയ്ത ആൾക്ക് നീ മോചനം നൽകണമെന്ന് ഈ ഖുർആൻ നാളെ മഹ്ശറയിൽ ഖിയാമത്ത് നാളിലേക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. അങ്ങനെ ഈ ഖുർആൻ പറയുമ്പോ ഫയൽബസു, അവനെ ധരിപ്പിക്കുമത്രേ താജൽ കറാമ, ബഹുമാനത്തിന്റെ കിരീടം അവൻ അണിയിപ്പിക്കുമെന്നാണ് ഖിയാമത്ത് നാളിൽ. പിന്നെയോ പിന്നെയും ഖുർആൻ റബ്ബിനോട് പറയും, യാ റബ്ബി സിദ്ഖു, അല്ലാഹുവേ ഈ ഖുർആൻ ഓതിയ ആൾക്ക് നീ ഇനിയും ധാരാളം കൂട്ടി നൽകണമല്ലോ. ഇത് പറയുമ്പോഴോ ഫയൽബിസു ഹല്ലഹുൽ ഖറാമ, അല്ലാഹുവദാ വീടുമദാ ബഹുമാനത്തിന്റെ ആദരവിന്റെ സ്ഥാന വസ്ത്രങ്ങൾ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അവൻ ധരിപ്പിക്കുമെന്നാണ്. പിന്നെയും പറയും ഖുർആൻ, യാ റബ്ബി അൻഹു, അല്ലാഹുവേ എന്നെ പാരായണ ഇവനെ നീ തൃപ്തിപ്പെടണമേ. അങ്ങനെ അവൻ അല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്യും. എന്നിട്ട് അവനോട് പറയുമത്രേ, ഇനിയും നിനക്ക് ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ ധാരാളം ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഹസനത്തിന്റെ പടികൾ ധാരാളം പടി, ഇനിയും ഉയർന്നുയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് നീ ഉയർന്നി പൊങ്ങിപ്പോവുക എന്ന് ഖുർആൻ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അവനോട് പറയുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഖുർആനുമായി, പരിശുദ്ധ റമദാൻ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടാൻ സമയം കണ്ടെത്തുക. ആ റമദാൻ നമ്മൾ ആർജിച്ചെടുത്ത ദിവസവും ഒരു 2 ജുസ് വീതം പരിശുദ്ധ റമദാൻ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ പൂർത്തിയാകുമ്പോഴേക്ക് 2 ഖത്തമുകൾ തീർക്കാൻ നമുക്ക് സാധ്യമാകും. ദിവസവും 3 ജുസ് ഓതിയാൽ 3 ഖത്തം തീർക്കാൻ കഴിയും. ദിവസവും 4 ജുസ് ഓതിയാൽ 4 ഖത്തം തീർക്കാൻ സാധിക്കും. ദിവസവും 5 ജുസ് ഓതാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ പരിശുദ്ധ ഖുർആൻ റമദാൻ കഴിയുമ്പോഴേക്കും 5 ജുസ് ഖത്തം തീർക്കാൻ നമുക്ക് സാധ്യമാകും. എങ്ങനെയാ 5 ജുസ് ഓതുക? ചിലപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പ് തുറയും തറാവീഹും ഒക്കെ ആയിട്ട് മഗ്‌രിബുക്കും ഇശാക്കും നമുക്ക് ചിലപ്പോ ഖത്തം തീർക്കാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നിത്യവും നമ്മൾ ഓതുന്ന സൂറത്തുകൾ ഉണ്ടാക്കും. സൂറത്ത് യാസീനും മുൽക്കും ബാഖിയും റഹ്മാനും സജദയും ദുഹാനും തുടങ്ങി നമ്മൾ നിത്യമായി ഓതുന്ന ഇശാമയുടെ ഇടയിൽ നോമ്പ് തുറക്ക് ശേഷം തറാവീഹിന് മുമ്പായി നമ്മൾ ഓതുന്നവരായിരിക്കും. എന്നാൽ സുബ്ഹിക്ക് 2 ജുസ്, പള്ളിയിൽ വരുന്നവരാണെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് ഒരു ജുസും നിസ്കാരത്തിന് ശേഷം ഒരു ജുസും,
അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം സുബഹിന്റെ സമയത്ത് കുറച്ച് കൂടുതൽ ഓതാൻ നമുക്ക് സമയം കിട്ടുന്ന ഒരു സമയമാണല്ലോ. 2 ജുസ് ഓതി, ളുഹുറുക്കും അതേപോലെ 2 ജുസ് ഓതി, അസർക്ക് ചിലപ്പോൾ 2 ജുസ് കഴിയൂല. നമ്മൾ പലപ്പോഴും നോമ്പുകൾ മറ്റിലായപ്പോൾ ഒരു ജുസ് നമ്മൾ ഓതുകയാണെങ്കിൽ, സമയം കണ്ടെത്തുകയാണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ സുബഹിക്ക് ഒരു ജുസ് ഓതാൻ നമുക്ക് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് സാവകാശം ഓതുകയാണെങ്കിൽ വേണ്ടത്. സ്പീഡിൽ ഓതുകയാണെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് സമയം കുറയുകയും ചെയ്യും. അങ്ങനെ അതാ സുബഹിക്ക് 1 മണിക്കൂർ ഓതുന്നു, ളുഹുറുക്ക് 1 മണിക്കൂർ ഓതുന്നു, അസ്ർക്ക് 1/2 മണിക്കൂർ ഓതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ ഒരുപാട് സൗഭാഗ്യങ്ങളില്ലേ, ആ സൗഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാണ് അസ്സാഅത്ത്, സമയം എന്നുള്ളത്. ഈ സമയത്തിൽ നിന്ന് 2.5 മണിക്കൂർ ഒരു ദിവസം ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ ഈ പരിശുദ്ധ റമദാൻ തീരുമ്പോഴേക്ക് 5 ഖതമുകൾ തീർക്കാൻ നമുക്ക് സാധ്യമാകും. അത് ചിലപ്പോ വെള്ളിയാഴ്ച മറ്റു പരിപാടികളൊക്കെ ആയിട്ട് നമുക്കെങ്ങാനും ആ സമയത്തുള്ള ജുസുകൾ നഷ്ടപ്പെട്ടാൽ മറ്റുള്ള സമയങ്ങളിൽ കൂടുതൽ സമയം വിനിയോഗിച്ചുകൊണ്ടെങ്കിലും അതിനുള്ള സമയം കണ്ടെത്തണം. പ്രിയമുള്ള എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെ, നമ്മളെങ്കിലും ആ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാവണം. ആണുങ്ങളൊക്കെ ജോലിക്ക് പോകുന്നവരാണ്, സുബഹിക്കത്തെ 2 ജുസ് ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നുണ്ട്. പക്ഷേ ബഹുനമസനമുള്ളതൊന്നും ചിലപ്പോൾ കഴിഞ്ഞോളമെന്നില്ല. എന്നിരുന്നാലും എന്റെ ഉപ്പമാരെ, എന്റെ ചെറുപ്പക്കാരെ, റമദാൻ എന്ത് തരം തൊഴിൽ ചെയ്യുന്ന ആൾക്കും ഉച്ചക്ക് 1 മണിക്കൂർ റെസ്റ്റ് കിട്ടാത്ത ഒരാളും ഇല്ല. ഉച്ചക്ക് റെസ്റ്റ് ഉണ്ട്, 1 മണിക്കൂർ റെസ്റ്റ് ഉള്ള ജോലിയാണ് ഇന്ന് ഭൂരിഭാഗവും ഉള്ളത്. ആ സമയത്ത് പള്ളിയിൽ ചെന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കാൻ സാധ്യമാകുമെങ്കിൽ ജമാഅത്തായി നമസ്കരിക്കുക. ഇനി അതല്ല, ഒറ്റക്കാണെങ്കിലും ശരി, പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ ഏറ്റവും അനുയോജ്യമുള്ളത് പള്ളിയിലാണ്. നമ്മൾ പരിശുദ്ധ റമദാനിൽ എടുക്കേണ്ട പ്രതിജ്ഞകളിൽ ഒന്ന്, ഞാൻ 5 വക്തും പള്ളിയിൽ വെച്ചുകൊണ്ടേ നിസ്കരിക്കൂ എന്ന് പ്രതിജ്ഞ എടുക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ പല സ്ഥലങ്ങളിൽ നോമ്പ് സൽക്കാരങ്ങളിൽ ഉണ്ടാകും. ആ നോമ്പ് സൽക്കാരം ഉണ്ടാകുമ്പോ ആ വീടിന്റെ പരിസരത്തുള്ള പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് കൊണ്ട് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള അവസരം നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പരിശുദ്ധ റമദാനിൽ നമ്മൾ കഴിവിന്റെ പരമാവധി പള്ളിയുമായി അടുപ്പം സ്ഥാപിക്കാൻ സന്നദ്ധരാകണം. ഖുർആനുമായി ബന്ധപ്പെടാൻ നമ്മൾ സന്നദ്ധരാകണം. അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ സന്നദ്ധരാകണം. കാരണം എന്താ, പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസി റമദാനെ വരവേൽക്കാൻ, റമദാനെ സ്വീകരിക്കാൻ, റമദാനെ ആദരിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ്. ആ തിരക്കിൽ നമ്മളും പെടണം. നമ്മൾ വിട്ടുകൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. പൽകൾ മുഴുവനും നോമ്പും രാത്രി തറാവിയും തഹജ്ജുദൊക്കെയായി മുസ്ലിം ലോകം സജീവമായിരിക്കുന്ന സമയമല്ലേ. എന്നും ഖുർആൻ പാരായണത്തിന്റെ ധ്വനികളാണ്, ഇസ്തിഗ്ഫാറുകളുടെ കുർബാനകളാണ്, ദാനധർമ്മങ്ങളുടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, സ്നേഹ സൗഹൃദങ്ങളുടെ മനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെയുള്ള പള്ളികളെല്ലാം ഹയാത്തായിരിക്കുകയാണ്. ചുരുക്കത്തിൽ നാടും നഗരവും സൽക്കർമ്മങ്ങളെ കൊണ്ട് ഒരുപോലെ പൂത്തുലഞ്ഞ് സജീവമായിരിക്കുന്ന സമയമാണ്. സത്യത്തില് ഏത് വിവാദത ചെയ്യുമ്പോഴും അതുവഴി മനുഷ്യരിൽ ചില മൂല്യങ്ങൾ, ചില നന്മകൾ ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്നുണ്ട്. പ്രസ്തുത മൂല്യങ്ങൾ ഇബാദത്തു കാലങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് കർമ്മങ്ങൾ അർത്ഥവത്താക്കുന്നത്. അല്ലാത്ത പക്ഷം കർമ്മങ്ങൾ ആത്മാവില്ലാത്ത, ഫലമില്ലാത്ത വെറും ആചാരമായി മാത്രമായി മാറും. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമസ്കരിച്ച ചിലർക്ക് നാശം എന്ന് പോലും പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഫവൈലുൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. നമ്മൾക്കൊക്കെ കേട്ട് പരിചയമുള്ള സൂറത്ത്
സൂറത്താണ്. പലപ്പോഴും നമസ്കാരം നമ്മൾ ഓതുന്ന സൂറത്തുമാണ്. അതിനുശേഷം പറയുന്നു നിസ്കരിക്കുന്നവർക്കാണ് സർവനാശവും. ഖുർആൻ പറയാം നിസ്കരിക്കുന്ന ആളുകൾക്കാണ് സർവനാശവും. അല്ലദീ എങ്ങനെയുള്ള നിസ്കാരമാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അത് നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല. അശ്രദ്ധവാന്മാരായിക്കൊണ്ട് സമത്തെയും വിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കാര്യകാരണങ്ങളില്ലാതെ കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, സൽക്കാരത്തിന്റെ പേര് പറഞ്ഞ്, ആഘോഷങ്ങളുടെ പേര് പറഞ്ഞ്, ജോലിന്റെ പേര് പറഞ്ഞ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള പേര് പറഞ്ഞുകൊണ്ട് നിസ്കാരം വല്ലായിട്ട് നിസ്കരിക്കുന്നവരാണ്. നിസ്കാര ശ്രദ്ധ ഇല്ലാത്തവരാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭത്തിലും ഏത് രൂപത്തിലാണ്, ട്രെയിനിലാവട്ടെ, ബസ്സിലാവട്ടെ, ടൗണിലാവട്ടെ, സമയമായാൽ ഇഖ്ലാസുള്ളവന്റെ പള്ളി വേണമെന്ന് നിർബന്ധമില്ല. വെള്ളം സംഘടിപ്പിച്ച് റോഡിന്റെ നടു റോഡിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ മുഖ്ലിസായ മനുഷ്യ സന്നദ്ധരാകും. ഞാനും നിങ്ങളും അതിന് സന്നദ്ധരാകുമോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതാണ് അല്ലാഹ് പറഞ്ഞത്, കാര്യകാരണങ്ങളില്ലാതെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കാതെ നിസ്കരിക്കുന്ന ചില ആളുകൾ, അത്തരം നിസ്കാരക്കാർക്കാണ് സർവനാശവും. എന്നിട്ടോ അല്ലാഹു പറയുന്നു അല്ലദീനഹും യുറാഊൻ, അവർ പരസ്പരം നിസ്കരിക്കുന്നുണ്ട്, ജമാഅത്തിൽ അവ്വൽ വക്ത് തന്നെ പള്ളിയിൽ വരും, പക്ഷെ നിസ്കാരങ്ങളുടെ ലക്ഷ്യം എന്താണ്? അല്ലദീനഹും യുറാഊൻ, ലോകമാന്യതയാണ്. എല്ലാവരും പറയണം, മൂപ്പര് നിസ്കാരത്തിൽ അതിന്റെ ശ്രദ്ധയുള്ള ആളാണ്. സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്ന അരമണിക്കൂർ മുന്നേ പള്ളിയിലെത്തുന്ന ആളാണ്. ഖുർആനിൽ എടുത്തക്കലില്ല. ഇങ്ങനെ ജനങ്ങൾ എന്നെ കുറിച്ച് മദ്ഹ് പറയണം, ലോകമാന്യത ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാളെ ജമാഅത്തിൽ പങ്കെടുക്കുന്നത്, നിസ്കരിക്കുന്നത്. അത്രക്കാണ് നിസ്കാരക്കാർ, അത്രക്കാണ് സർവനാശവും. പരിശുദ്ധ ഖുർആൻ വയംനഊനൽ മഊൻ, പരോപകാര വസ്തുക്കളെ, നമ്മുടെ വീട്ടിലുള്ള കോടാലി, വെള്ളം, മഴു പോലോത്ത പാത്രങ്ങൾ പോലോത്ത നമ്മുടെ അയൽവക്കക്കാർക്ക് ഉപകരിക്കുന്ന സാധനങ്ങള്, അവർക്ക് തടഞ്ഞു വെക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമില്ലാത്ത ആളുകൾ, അവർ അത്രക്കാട് നിസ്കാരം, ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്നവർക്കാണ് സർവനാശവുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ നിസ്കരിക്കാത്തതല്ല നാശത്തിന് കാരണം, മറിച്ചോ നിസ്കരിച്ചിട്ടും അവൻ നന്മയുണ്ടാകുന്നില്ല. നിസ്കരിക്കണൊക്കെ ഉണ്ട്, പക്ഷെ ഒരാൾക്ക് മനുഷ്യന് ഉപകാരം കൊണ്ട് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. കാരണം എന്താ? അവൻ അശ്രദ്ധവാനാണ്. ഒന്നവൻ അശ്രദ്ധവാനാണ്, മറ്റേതോ ലോകമാന്യതയാണ്, ലോകമാന്യനാണ്. പിന്നെയോ ഛേദമില്ലാത്ത ഉപകാരം പോലും ചെയ്യാൻ മനസ്സ് കാണിക്കാത്തവനാണ്. തന്റെ വീട്ടിലുള്ള കോടാലിന്ന് അപ്പുറത്തെ വീട്ടിൽ അവിടെയുള്ള മരം മുറിക്കാന്ന് കൊടുക്കുന്ന എന്താ വിരോധം? അങ്ങനെ ഛേദമില്ലാത്ത ഉപകാരം പോലും ചെയ്യാത്തവനാണ്. അപ്പോ അവന്റെ ഇബാദത്ത് അവന് ഫലപ്പെടാതെ പോയി. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇബാദത്തുകാരിൽ അതിന്റെ മൂല്യം ഉണ്ടാവണം. ഏത് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന്റെ മൂല്യം നമ്മൾ ഉണ്ടാകണം. ആ നിലക്ക് ചിന്തിക്കുമ്പോ വിശുദ്ധ ഖുർആനിലൂടെ രണ്ട് തരം സൽപ്രൻ നമ്മളിൽ ഉണ്ടാകണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട് ഗുണങ്ങൾ നമ്മൾ ഉണ്ടാവണം. പരിശുദ്ധ നോമ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണെന്നറിയുമോ? ഒന്ന് സഹനശീലതയാണ്, ക്ഷമിക്കാനുള്ള കഴിവാണ്. തങ്ങൾ പഠിപ്പിക്കുന്നു, ഈ മാസമുണ്ടല്ലോ, ക്ഷമയുടെ മാസമാണ്. ക്ഷമന്റെ പ്രതിഫലം സ്വർഗവുമാണ്. നോമ്പ് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് നമുക്ക് ഉണ്ടാക്കി തീർക്കുന്നു.
നമ്മുടെ മുമ്പില് എല്ലാത്തിലുള്ള സൗകര്യമുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, നമുക്ക് നന്നായി വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ആരും അറിയാതെ ഉപയോഗിക്കാനുള്ള സൗകര്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ വിശപ്പിന് നമ്മൾ സഹിക്കുകയാണ്, ദാഹത്തിന് നമ്മൾ സഹിക്കുകയാണ്, ക്ഷീണത്തെ നാം ചെറുതു തോൽപ്പിക്കുന്നു. ഇങ്ങനെ വൈകാരികമായ ചിന്തകളെയും ഇതുപോലെ നാം മറികടക്കുന്നു. റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മുടെ താല്പര്യങ്ങളെ നാം മാറ്റിവെക്കുന്നു. അപ്പോ നോമ്പ് ക്ഷമ എന്നുള്ളത് ഇത് ക്ഷമന്റെ മാസമാണ്. ക്ഷമിച്ചാലോ വിശപ്പ്, റബ്ബിന് വേണ്ടി വിശപ്പ് സഹിച്ചു, റബ്ബിന് വേണ്ടി ദാഹം സഹിച്ചു, റബ്ബിന് വേണ്ടി വൈകാരികമായ നമ്മുടെ ചിന്തകൾ ശ്രമിച്ചു. പ്രത്യേകിച്ച് നമ്മളൊരു അക്കൗണ്ട് തുറക്കുകയാണ്, ഇൻസ്റ്റഗ്രാം എടുക്കുകയാണ്, നല്ല നല്ല ആനന്ദമുള്ള നല്ല കോമഡിയുള്ള നല്ല റീൽസ് ഇങ്ങനെ കാണുക. റീൽസ് ഇങ്ങനെ കാണുമ്പോ പരിശുദ്ധ റമദാനാണ്, റമദാനിന്റെ മഹത്വം കൊണ്ട് ഞാനിത് ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു തെറ്റിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് റമദാനെ ആദരിക്കലാണ്, അത് ക്ഷമയാണ്. ക്ഷമന്റെ പ്രതിഫലമോ അത് സ്വർഗമാണ്. തെറ്റിനുള്ള സാഹചര്യം കിട്ടിയിട്ട് ആ തെറ്റ് ചെയ്യാത്തവനാണ് യഥാർത്ഥ മുത്തഖി. എല്ലാത്തിനും അവസരമുണ്ട്. അല്ല, സുന്ദരിയായ ഒരു പെണ്ണിനെ വ്യഭിചരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഒരാളും അറിയാൻ വേണ്ടി പോണില്ല. എല്ലാം ഇവിടെ ആ ഒരു സ്ഥലത്ത് ആരും വരൂല, നമ്മളും ഓള് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും അറിയില്ല, ആ കാര്യം ഉറപ്പാണ്. ഈ സമയത്തോടെ ആരും വരാനില്ല, മഷിട്ടുള്ള ഒരാളെ കാണാനുമില്ല. എന്നിട്ടും റബ്ബിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് അവിടെ ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയിട്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനാകുന്നത്. എത്ര വലിയ പ്രകോപനങ്ങൾ ഉണ്ടായാലും ക്ഷമയോടെ നേരിടാൻ നോമ്പുകാരൻ ശീലിക്കുന്നു, അഥവാ ശീലിക്കണമെന്നാണ് മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ അല്ലാഹു റസൂൽ പറഞ്ഞത്? അസ്സിയാമു ജന്നത്തുൻ ഫലാ യർഫ വലാ തജ്ഹൽ വഇൻ ഉമറൽ ഖതല ഔ ശതമ ഫൽയഖുൽ ഇന്നി സാഖിമുൻ മർവതൈൻ. അല്ലാഹു റസൂൽ പറയുകയാണ്, അസ്സിയാം നോമ്പ് എന്ന് പറയുന്നത് ജന്നത്തുൻ, അത് പരിചയാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള പരിചയാണ് നോമ്പ് എന്നാണ്. ഫലാ യർഫ, നോമ്പുകാരൻ സംസാരത്തിൽ തെറ്റ് ചെയ്യുന്നവനല്ല. വലാ തജ്ഹൽ, അതുപോലെ തന്നെ ജഹാലുകാരൻ തെറ്റ് സംഭവിക്കുന്നവനല്ല. നോമ്പുകാരൻ കാത്തലായി പ്രശ്നത്തിന് വന്നാൽ, വഴക്കിൽ വന്നാൽ, തല്ലുകൂടാ വന്നാൽ, യുദ്ധത്തിന് വേണ്ടി വന്നാൽ, അതല്ലെങ്കിലോ ശക്തമവും ചീത്ത വിളിക്കാൻ വേണ്ടി വന്നാൽ അവൻ അവനോട് പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ നോമ്പുകാരനാണെന്ന് അവൻ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ടല്ലേ ഒരു വ്യക്തിക്ക് സമ്പത്തില്ല, വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല, ഒരു പെണ്ണിനോട് കൂടെ ജീവിക്കാൻ ആഗ്രഹവുമില്ല, എന്നാലോ ഒരു പെണ്ണിനെ പോലുള്ള കഴിവുമില്ല. ഇങ്ങനെയുള്ള ഒരാൾക്ക് വിവാഹം കഴിക്കല് സുന്നത്തില്ല. പിന്നെ അവന്റെ വൈകാരികമായ ചിന്തകളൊക്കെ എങ്ങനെയാണ് അവൻ ഒഴിവാക്കുക? മനുഷ്യനാണല്ലോ, വികാരം ഉണ്ടാവുമല്ലോ. ശഹവത്ത് എങ്ങനെ അടക്കി പിടിക്കണമെന്നതിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനത്തിലൂടെ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതൻ നമ്മെ പഠിപ്പിച്ചതാണ് അവൻ അവിടെ നോമ്പ് നോൽക്കട്ടെ. കാരണം എന്താ? ജുന്നത്താണ്, പരിചയാണ്. തെറ്റുകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, വൈകാരികമായ ചിന്തകളിൽ നിന്ന് അവർക്കുള്ള പരിചയാണ് നോമ്പ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റമദാനിലൂടെ നേടിയെടുത്ത
ഈ സഹനശീലം ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ പ്രാപ്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് സമുദായം നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ്. ഇന്ന് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കുറിച്ച് നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളിൽ ഭയമുണ്ടാക്കുന്ന നമ്മെ എല്ലാവർക്കും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതെല്ലാം സഹനത്തോട് മറികടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ ഇമാമുനാ ഷാഫി റഹ്മത്തുള്ളാഹി അവിടുന്ന് പറഞ്ഞത് അസ്കിയ എന്ന കിതാബിലൂടെയാണെന്നാണ് എന്റെ ഓർമ്മ. അവിടുന്ന് പറയുന്നു, ദഇൽ അയ്യാമി തഫഅലു മാ തശാ വഖിബ നഫ്സൻ ഇദാ ഹകമൽ ഖദാ വലാ തജ്സിഅ ലിൽ ഹാദിസത്തി ലയാലി ഫമാലി ഹവാദിദി ദുനിയാ ബഖാ വഖുൽ റജുലൻ അലല്ലാഹു വലിജൽദാ വശിമതുക സമാഅത്തുൽ വഫാ. ഓരോ ദിവസവും പല പല പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ. ഓരോ ദിവസവും പല പല പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. മുസ്ലിം ഉമ്മത്ത് തന്നെ എന്തെല്ലാം ഫാസിസ്റ്റുകാരുടെ ഭരണകൂടത്തിന്റെ ഇസ്ലാമിയ ഭൂമിയ തുടങ്ങിയതായ പല രീതി നമ്മുടെ ആരാധനാ കാര്യങ്ങളിലോ ഹിജാബിന്റെ വിഷയം വന്നു. ഇങ്ങനെ പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോ ഇതിലൊക്കെയും സഹനത്തോടുകൂടി നമ്മൾ നേരിടുകയാണ്. അതുപോലെ തന്നെ തൊപ്പിയാവട്ടെ താടിയാവട്ടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദീനും ഇസ്ലാമിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നമുക്ക് വേണ്ടത്. അതാണ് മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ദഇൽ അയ്യാം, ഈ ദിവസം നീ വിട്ടുകളാ, ദിവസങ്ങളെ നീ അവഗണിക്കുക. തഫഅലു മാ തശാ, അത് എന്തും ചെയ്തു കൊള്ളട്ടെ. അഥവാ ഓരോ ദിവസങ്ങളിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അത് നീ മുഖവിലേക്ക് എടുക്കേണ്ട, അത് അതിന്റെ വഴിക്ക് വിട്ടളാ എന്നാണ് മഹാനവർ പറഞ്ഞ നിർദ്ദേശം. എന്നിട്ടോ ഫഖിബ് നഫ്സൻ ഇദാ ഹകമൽ ഖദാ, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക, നീ തൃപ്തിയുള്ളവനാവുക. ഇദാ ഹകമൽ ഖദാ, അല്ലാഹുവിന്റെ വിധി വന്നു കഴിഞ്ഞാൽ, അള്ളാഹിന്റെ വിധി വന്നാൽ റബ്ബ് ഇത്രയുള്ള തരാൻ കരുതിയിരുന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ വിധി നീ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുക. നീ വലിയ പ്രത്യാശത്തോടു കൂടിയായിരിക്കും. നമ്മൾ ഇന്റർവ്യൂവിന് പോയി, ഒരു ജോലി ആവശ്യാർത്ഥമായിരുന്നു, നമ്മൾ നല്ല റെസ്പോൺസ് കാണിച്ചതാണ്. പക്ഷേ ആ ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ നമ്മളെ റിജക്ട് ചെയ്യുകയാണ്. അവിടെ നീ വിഷമിക്കേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലെങ്കിലോ വലിയ വലിയ സന്തോഷത്തിന് വേണ്ടി, ആഹ്ലാദത്തിന് വേണ്ടിയാണ് കുടുംബങ്ങളെല്ലാം വിളിച്ചു, അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടി. പക്ഷേ വന്നവരും പോയവരുമൊക്കെ നമ്മെ കുറിച്ച് ഇല്ലാകഥകൾ പറഞ്ഞുണ്ടാക്കി. നീ വിഷമിക്കണ്ട, നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കുടുംബബന്ധം ചേർക്കലായിരുന്നു. എല്ലാവരും വിളിച്ചല്ലോ, എല്ലാവരും വന്നല്ലോ. നിന്നെ കുറ്റപ്പെടുന്നവർ കുറ്റപ്പെടുത്തട്ടെ, അവഹേളിക്കുന്നവർ അവഹേളിക്കട്ടെ, അതിന്റെ പേരിൽ നീ നിരാശരാവേണ്ട. ഇതൊക്കെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന ദിവസം അവരൊക്കെ നീ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നും അവരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തണമെന്നും റബ്ബിന്റെ തീരുമാനമാണ്. നീ അതിലൊരിക്കലും വിഷമം നിനക്ക് വേണ്ട. പിന്നെയോ വലാ തജ്സഅലിൽ ഹാദിദി ലയാലി, നീ അക്ഷമനാവരുത്, ക്ഷമയില്ലാത്തവനാവരുത്. രാത്രി ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, രാത്രി എന്നുള്ള ഉദ്ദേശം ഏത് സമയത്താണെങ്കിലും ശരി എന്നർത്ഥം. ഏത് സമയത്തും പരീക്ഷണങ്ങൾ വരാം, അതിൽ നീ അസ്വസ്ഥനാകണ്ട. ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ്. റബ്ബിന് പരിഹാരം ഉണ്ടാകും. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ സന്തോഷം വരാനുണ്ട്, പ്രയാസമുണ്ടെങ്കിൽ അപ്പുറത്ത് എളുപ്പം വരാനുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിലൂടെ പഠിപ്പിച്ചത്, അലം നശ്റഹ് ലക സദ്റക വദഅന അൻക വിസ്റക അല്ലദീ അൻഖദ ദഹറക വറഫഅന ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. രണ്ട് വട്ട പറ, ഒരു വട്ടല്ല. പ്രയാസം വന്ന സങ്കടപ്പെടേണ്ട, എളുപ്പം വരും.
ഒരു വട്ടം രണ്ട് അല്ലാഹു പരിശുദ്ധ ഖുർആനില് എല്ലാ സ്ഥലത്തും അങ്ങനെ കാണൂല. ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ളതായ തൗഹീദിന്റെ പദങ്ങൾ കാണൂ. അത്തരത്തിലൊന്നാണ് പ്രയാസം എന്നാ നിരാശപ്പെടേണ്ട, എളുപ്പം വരാനുണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിന് ശേഷം നീ ഒന്നിന്ന് വിരമിച്ച മറ്റൊന്ന് പ്രവേശിക്ക്, ഫ്രീ ടൈം വേണ്ട, എന്റെ ആഗ്രഹങ്ങൾ മോഹൻ റബ്ബിലേക്ക് സമർപ്പിക്കുക, റബ്ബി പരിഹാരം കാണിച്ചു തരുമെന്നാണ്. അത് തന്നെയാണ് ശാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബൈത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഫമാലി ഹവാദിദി ദുനിയാ ബഖാ, അനന്താ ദുനിയാവിലെ പരീക്ഷണങ്ങൾ അത് നീണ്ടു നിൽക്കില്ല, അത് അവസാനിക്കുന്നതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളില് ധീരനായ പുരുഷനെ പോലെ വക്കുൻ റജുലൻ അലല്ലാഹുവാനി ജിൽദാ, പ്രതിസന്ധി വരുമ്പോ പ്രയാസം വരുമ്പോ അവിടെ ധീരനായിക്കൊണ്ട് നീ പെരുമാറണം. വശീമത്തുക സമാഅത്തുൽ മഫാൽ, ഔദാര്യവും കരാർവാനും നിന്റെ ശീലങ്ങളാവണം. നമ്മൾ താന്നു കൊടുക്കുക, നമ്മൾ അയഞ്ഞു നിൽക്കൊണ്ടോടത്ത് അയഞ്ഞു കൊടുക്കുക, ബഹുമാനിക്കേണ്ടവർക്ക് ആ ബഹുമാനം കൊടുക്കുക, ആദരവ് നൽകേണ്ടവർക്ക് ആദരവ് കൊടുക്കുക. നമ്മൾ അല്പം ചെറുതായാൽ നമ്മൾ കാരണം ഒരാൾ വിഷമിക്കരുത്, നമ്മൾ കാരണം ഒരാൾ പ്രയാസപ്പെടരുത്, നമ്മൾ കാരണം ഒരാൾ ദുരിതത്തിലാകരുത് എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ ആകുമ്പോ നമ്മുടെ പ്രയാസം റബ്ബിനറിയാമല്ലോ. ഈ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ പത്തില് അല്ലാഹുവിന്റെ കാരുണ്യം നമ്മളിലേക്ക് എടുക്കാൻ, ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ ക്ഷമയോടെ തരണം ചെയ്യാൻ ഈ റമദാൻ നമ്മളെ പ്രേരകമാകണം. ശുദ്ധമാക്കപ്പെട്ടതായി ഈ റമദാനില് വിശ്വാസം ഉണ്ടാകേണ്ട മറ്റൊരു പ്രധാന ഗുണമാണ് മുസാഫ. വേണം, പരസ്പരം സഹായത്തിന്റെ മാസമാണ് റമദാൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാവണം. ആരെങ്കിലും ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ, നോമ്പ് തുറക്ക് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ സാഹിബ് നോമ്പുകാരനെ ഒരാള് നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് തുറപ്പിച്ച കാരണം കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മാത്രമല്ല നരകത്തിൽ നിന്ന് നരകമോചനം ലഭിക്കമായ എഴുത്തൊക്കെ ചെയ്യപ്പെട്ട ആളുകൂട്ടത്തെ ഉൾപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അയ്യൻഖിസ മിൻ അജ്രിഹി ഷൈഅ. ആ നോമ്പ് തുറപ്പിക്കാൻ വിളിച്ച വ്യക്തി ഈ നോമ്പുകാരനായിക്കൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അവൻ ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടാവും, അവൻ നോമ്പുകാരനായിക്കൊണ്ട് ഖുർആൻ ഓതിയിട്ടുണ്ടാകും, അവൻ നോമ്പുകാരനെ മറ്റുള്ളവനെ സഹായിച്ചിട്ടുണ്ടാകും, സഹകരിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ആ നോമ്പുകാരൻ എന്തെല്ലാം അമലുകൾ ആ നോമ്പുകാരനായിക്കൊണ്ട് ചെയ്തോ അതിന്റെയൊക്കെയും പ്രതിഫലം ആ വ്യക്തിയെ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കുണ്ടെന്ന് മദീനയിലെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ നോമ്പുറപ്പിക്കാൻ വിളിക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ക്ഷണിക്കേണ്ടത്. നോമ്പുകാരനായിക്കൊണ്ട് നല്ല അമലുകൾ ചെയ്യുന്നവൻ, നോമ്പുകാരനായിക്കൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുന്നവൻ, നോമ്പുകാരനായിക്കൊണ്ട് പള്ളിയിലേക്ക് ഇരിക്കുന്നവൻ, നോമ്പുകാരനായിക്കൊണ്ട് ആ പകലിൽ ധാരാളം നന്മകൾ ചെയ്യുന്ന ആള്, ആ ആൾക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ. അയാൾ കിട്ടുന്ന പ്രതിഫലത്തിന് ഒന്നും ചുരുങ്ങൂല്ല. അയാൾ കിട്ടേണ്ട പ്രതിഫലം കണക്ക് പ്രകാരം അല്ലാഹു നൽകും. അതോടൊപ്പം തന്നെ ആ വ്യക്തി ചെയ്തതായ പ്രവർത്തനങ്ങൾക്കുള്ള നന്മകൾക്കുള്ള പ്രതിഫലം അവനെ നോമ്പ് തുറപ്പിച്ചവരുണ്ടെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരസ്പരം സഹായിക്കുന്നവരാകാൻ നമ്മൾ സന്നദ്ധരാണ്. നിങ്ങൾ ഭക്ഷണത്തിന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. പരിശുദ്ധ ഖുർആൻ ഇൻസാൻ സൂറത്തിലൂടെ അല്ലാഹു പറയുന്നു, വയുതഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ഒരാൾക്ക് ഭക്ഷണത്തിന് ആവശ്യമുണ്ട്, അഥവാ അവന് വിശപ്പുണ്ട്. ആ വിശപ്പുള്ള സമയത്താണല്ലോ ഒരു മിസ്കീനെ, ഒരു യതീമിനെ, ഒരു അസീറിന് ഒരാൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇന്നമാ യുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ യുരീദു മിൻഹും ജസാഅൻ വലാ ശകൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ട ഭക്ഷണപാനീയങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുക്കും. അവരുടെ വിശപ്പ് അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ റമദാൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ഇതെല്ലാം. ഈ വിധം നോമ്പ് നോറ്റി വീട്ടാൻ ഒരാൾ കഴിഞ്ഞാൽ ആ നോമ്പ് നാളെ ആഖിറത്തിൽ അവന് രക്ഷാ കവചമായി മാറുമെന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്സിയാമു ജന്നത്തുൻ യസ്തഈനു ബിഹാ അൽ-അബ്ദു മിനന്നാർ. നിങ്ങള് സിയാമ് നോമ്പ് പരിചയാണ്, നമുക്കറിയാമല്ലോ. യുസ്തശീനു ബിഹാ, ആ നോമ്പ് അവനെ പരിചരിക്കുമ്പോൾ ഒരു അബദിനെ മിനന്നാർ, നരകത്തിൽ നിന്ന് അവനെ പരിചരിക്കുമെന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പറയാൻ കാരണം? നാളെ ആഖിറത്തിൽ ജനങ്ങളെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കും. ഒന്ന് ഫരീഖും മിനൽ ജന്ന വ ഫരീഖും മിനസ് സഈർ. ഒന്ന് സ്വർഗ്ഗാവകാശികളായിരിക്കും, മറ്റൊന്ന് നരകാവകാശിക്കും. അന്ന് നോമ്പ് സത്യവിശ്വാസിയെ നരകത്തിൽ തൊട്ട് തടയുന്ന കവചമാകും. ആയതിനാൽ സൂക്ഷ്മതയോടെ നോമ്പും തറാവീഹും മറ്റു അമലുകളും പൂർത്തിയാക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അവരുടെ മഹത്തായ പ്രതിഫലം നഷ്ടപ്പെടാതെ തെറ്റുകളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടാൻ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി അല്ലാഹുവിന്റെ നിന്നുള്ള കൂലി ആശിച്ചുകൊണ്ട് കേവലം ഒരു ചടങ്ങായിട്ടാവരുത്. റമദാൻ ഇതാ പടിവാതിൽക്കൽ എത്തി നിന്ന് എത്ര പെട്ടെന്നാണ്. ഇന്ന് രണ്ടാമത്തെ പകലിലാണ് നമ്മളുള്ളത്. ഇനി യഥാ വെല്ലെണ്ണാവുന്ന സമയങ്ങളെ കൊണ്ട്, കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് റഹ്മത്തിന്റെ 10 നമ്മൾ ഇന്ന് വിട പറയും. അത് കഴിഞ്ഞാൽ മഗ്ഫിറത്തിന്റെ 10 വരും. അത് കഴിഞ്ഞാൽ നരകമോചനത്തിന്റെ 10 വരും. അത് കഴിഞ്ഞാൽ റമദാൻ നമ്മളോട് വിട പറയും. അന്യമതാനി മഗ്ബൂനും ഫീമാ അക്സറു മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു നൽകിയ ആയുസ്, അല്ലാഹു നമുക്ക് നൽകിയതായി ഈ ഒഴിവ് സമയങ്ങളൊക്കെ വേണ്ട രൂപത്തിൽ വിനിയോഗപ്പെടുത്താൻ നമ്മൾ സന്നദ്ധരാവണം. ഇപ്പൊ നമ്മൾ വള്ളിക്കലാണുള്ളത്, ഇത്തിക്കാവ് നിയ്യത്തുമായിട്ട് നമ്മൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എഴുമെടുക്കുന്ന മജ്‌ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. പുണ്യങ്ങളാണ് നമ്മുടെ ഹസനാത്തിന്റെ ഭാഗത്ത് പുണ്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി എത്ര സമയം ഇരിക്കുന്നു അനുസരിച്ച് കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഉടനെ നമ്മൾ മറ്റൊരു നന്മയിലേക്ക് പ്രവേശിക്കണം. ഒന്നിന് വിരമിച്ചവിടെ മറ്റൊന്നിലേക്ക് പ്രവേശിക്കണം. അപ്പോഴേ നമ്മുടെ ആഗ്രഹങ്ങൾ കറുത്തുണ്ടാകുള്ളൂ. അപ്പോഴേ അള്ളാഹുവിന്റെ കാര്യം നോട്ടം നമുക്ക് കിട്ടുള്ളൂ. അള്ളാഹു അനുഗ്രഹിച്ചത് കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റഹ്മത്തിന്റെ 10 അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊന്നാണ് മഗ്ഫിറത്ത്. അറിയാം, 7-8 ദിവസം കഴിഞ്ഞാൽ വിശുദ്ധ റമദാന്റെ 1-ാം ഘട്ടം പൂർത്തിയാകും. റഹ്മത്തിന്റെ 10 നമ്മളിൽ അവസാനിക്കും. ആ റഹ്മത്തിനോടൊപ്പം ആ റഹ്മത്ത് നിലനിന്നുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു സൗഭാഗ്യമാണ് മഗ്ഫിറത്ത് എന്നുള്ളത്. ആ മഗ്ഫിറത്തിന്റെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി റമദാനിലെ 2-ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതോടെ 3 ഭാഗ്യങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകുക. ഒന്നാമത്തെ ഭാഗ്യം എന്താ? ജീവിതം പാപഭംഗിതമായി തീർന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴുകി ശുദ്ധിയാക്കാനും പുതിയൊരു മനുഷ്യനായി മാറാനുമുള്ള പ്രത്യേക അവസരമാ കൈവരികയാണ്. രണ്ടാമതോ,
ഈ ഒരു മഹാഭാഗ്യം കുറഞ്ഞ സെക്കൻഡുകളോ മണിക്കൂറോ കൊണ്ടോ അവസാനിക്കുന്നില്ല എങ്കിൽ പലർക്കും നഷ്ടപ്പെട്ടു പോയേനെ. മറിച്ചോ നീണ്ട 10 ദിവസമുണ്ട്. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറാണെങ്കിൽ 10 ദിവസവും 24 മണിക്കൂർ വെച്ച് കൂട്ടിയാൽ 240 മണിക്കൂർ അല്ലാഹു അവസരം നീട്ടി വെക്കുകയാണ് നമ്മുടെ തൗബ സ്വീകരിക്കാൻ, നമുക്ക് മഗ്ഫിറത്ത് നൽകാൻ. ഈ മഹാ അവസരം, മൂന്നാമത്തെ കാര്യം, ഈ മഹാ അവസരം അല്ലാഹു തന്റെ പ്രത്യേക ദാസന്മാരായ ഔലിയാക്കൾക്കോ സാലിഹീങ്ങൾക്കോ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. മറിച്ചോ കൊടും പാപിയായ ഏതൊരു മനുഷ്യനും ഈ അവസരം റബ്ബ് നൽകുന്നു എന്നുള്ളതാണ്. സത്യത്തില് റബ്ബുൽ ആലമീനായ അല്ലാഹു തആല തന്റെ അടിമകളായ മനുഷ്യരോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ് അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഔദാര്യം കാണിച്ചു എന്നുള്ളത്. മനസ്സ് തുറന്ന് ചിന്തിച്ചു നോക്കണം മുഅ്മിനേ. ഒരിക്കൽ ഒരു പാപം ചെയ്തു, ഒരു കാലത്തും റബ്ബ് നമുക്ക് പുറത്തു തന്നില്ല എന്നായിരുന്നുവെങ്കിൽ എന്താ റബ്ബിന്റെ തീരുമാനം? അങ്ങനെയാണെങ്കിൽ ആർക്കാണ് മുഅ്മിനീങ്ങളെ റബ്ബിനെ ചോദ്യം ചെയ്യാൻ കഴിയുക? ആർക്കാണ് അതിന്റെ ശിക്ഷ ഒഴിവാക്കാൻ കഴിയുക? മഅസൂമികളായ അമ്പിയാക്കളല്ലാതെ ആരാണ് അതിനൊക്കെ രക്ഷപ്പെടുക? എന്നിട്ടും റബ്ബിന്റെ വലിയ ഔദാര്യം കൊണ്ട് പാപങ്ങളെ മാപ്പാക്കാൻ തീരുമാനിക്കുകയാണ്. അവനോട് നല്ല വാക്ക് പറഞ്ഞാൽ, തൗബ ചെയ്താൽ മതി, ഏത് തെറ്റും അല്ലാഹു പുറത്തു നൽകുന്നു. മാത്രമല്ല അവന്റെ കണക്ക് പുസ്തകത്തിൽ അവശേഷിക്കാതെ അത് തേച്ച് മായ്ച്ചു കളയും. അൽഹംദുലില്ലാഹ്, അവൻ വലിയ കാരുണ്യം കാണിച്ചു. അല്ലാഹു പറയുകയാണ്, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിമ നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. പ്രവർത്തിച്ചു സൂഅൻ, ഒരു ചീത്തതായ കാര്യം, ഒരു മോശപ്പെട്ട കാര്യം പ്രവർത്തിച്ചു. അതല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ അക്രമം കാണിച്ചു, ഒരു ലഹരി ഉപയോഗിച്ചു, LSD ഉപയോഗിച്ചു, കഞ്ചാവ് അടിച്ചു, അല്ലെങ്കിൽ കള്ളു കുടിച്ചു. ഇങ്ങനെ സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ച വ്യക്തി, അല്ലെങ്കിൽ മോശപ്പെട്ടതായ പ്രവൃത്തി ചെയ്തായ വ്യക്തി, അങ്ങനെ പിന്നെ പരിശുദ്ധ റമദാൻ വന്നപ്പോ മഗ്ഫിറത്തിന്റെ പത്തിലതാ അല്ലാഹുവിനോട് അവൻ ചെയ്തതായ പാപങ്ങളെല്ലാം അവൻ ഏറ്റുപറയുകയാണ്. റബ്ബേ, തെറ്റുപറ്റുപോയി അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നതാണ് ഗഫൂറുർ റഹീമാ. ഗഫൂറായി റഹീമായി അവരിലേക്ക് അടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, അല്ലാഹു റസൂൽ പഠിപ്പിച്ചല്ലോ, അത്തായിബ്, ഒരു തൗബ ചെയ്ത വ്യക്തി, മിൻ ദംബി, അവന്റെ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണെന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മഗ്ഫിറത്തിന്റെ ഈ പുണ്യനാളുകൾ നാം തൗബ ചെയ്യാൻ സമയം കണ്ടെത്തണം. എനിക്ക് പുറത്തു തരുമോ എന്ന്, സ്വീകരിക്കുമോ എന്ന സംശയം നമുക്ക് വേണ്ട. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ആ തെറ്റുകൾ പൊറുക്കാൻ, ആ തെറ്റുകൾക്ക് മാപ്പ് നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. ഒരു ചരിത്രം പറയട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്ത് അറിയുമോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്താണ് ആയത്തിന്റെ അർത്ഥം? സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ച മനുഷ്യ, നീ ആശ പൊറിഞ്ഞവനാവരുത്. റഹ്മത്തില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ തിരുനോട്ടത്തിൽ നിന്ന് ആശ പൊറിഞ്ഞവനാവരുത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഗ്ഫിറു ദുനൂബ ജമീആ,
ദോഷങ്ങളും പുറത്തു തരുന്നവരാണ്. ഇന്നഹു തീർച്ചയായും അല്ലാഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു ഗഫൂറുർ റഹീമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ ശ്രദ്ധേയമായത്. ഒന്ന് യാ ഇബാദി എന്ന വാക്കാണ്. റബ്ബിന്റെ അടിമയായ ഏതൊരു മനുഷ്യരും ഈ അവസരം ഉണ്ട് എന്നാണ് അർത്ഥം. രണ്ടാമതോ അദ്ദുനൂബ ജമീഅ എന്ന വാക്കാണ്. ഏത് പാപവും പൊറുക്കും, എത്ര വലിയ പാപം പൊറുക്കും. അതിലെ വലിയ വാഗ്ദാനം എന്താണുള്ളത്? എത്രത്തോളം എന്നറിയുമോ? ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഇസ്ലാമിന്റെ ധീരകേസരായിരുന്നല്ലോ രണ്ട് ധീരന്മാരായ ഭടന്മാരായിരുന്നു. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, മറ്റൊരു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചത് വഹ്ശി എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. വഹ്ശി റളിയല്ലാഹു അൻഹു ആണ് ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചത്. അങ്ങനെ അതാ വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ കാലം ശേഷം മനസ്സാന്തം വരികയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരണം, മുസ്ലിം ആവണം, ചെയ്തു പോയ തെറ്റ് മുഴുവൻ റബ്ബിനോട് ഏറ്റു പറയണം എന്ന ചിന്ത വന്നപ്പോ അതാ മദീനയിലേക്ക് വഹ്ശി റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. മുത്ത് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ കത്തെഴുതിയിട്ട് വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളടക്കം ഇതാണ്: ഇത്ര വലിയ പാതകം ചെയ്ത എനിക്ക് മാപ്പുണ്ടോ നബിയേ? എനിക്ക് മാപ്പ് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയേ എന്നായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഖുൽയാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളുടെ മേലിൽ അക്രമം ചെയ്ത മനുഷ്യ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ കരുണ, ആ കരുണയിൽ നീ ആശ ഒഴിഞ്ഞു പോകല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നീ ചെയ്തു പോയത് എത്ര വലിയ തെറ്റാവട്ടെ, എത്ര വലിയ പാതകമാവട്ടെ, അതെല്ലാം പുറത്തു തരാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. കാരണം അല്ലാഹു ആരാ? അവൻ ഗഫൂറാൻ, അവൻ റഹീമാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിർത്താൻ ഇൻഷാ അല്ലാഹ് അത് ആദ്യം പിരിയാം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇസ്ലാമിന്റെ നെടും തൂണായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരുടെ അക്രമം കാണിച്ച, അവരെ വധിച്ച വഹ്ശിക്ക് പോലും അല്ലാഹു പാപമോചനം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. അല്ലാഹുവിന്റെ പാപമോചനത്തിനായി പരിശ്രമിക്കുക. അതിന്റെ എന്ത് തെറ്റ് തന്നെയായാലും അല്ലാഹു പുറത്തു തരുമെന്നുള്ള വിശ്വാസമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പക്ഷേ തൗബ ചെയ്യുമ്പോൾ, തൗബയാകണമെങ്കിൽ അതിന്റെ നിബന്ധനകൾ നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ജനങ്ങളുമായി ബന്ധപ്പെട്ട അക്കിടപാടുകളാണെങ്കിൽ തീർക്കുക തന്നെ വേണം. തൗബ സ്വീകരിക്കാനുള്ള ഉപാധിയാണത്. തൗബക്ക് 3 ഷർത്താണുള്ളത്. ഒന്നാമത്തെ ഷർത്ത് ചെയ്ത തെറ്റിന് പിന്മാറുക. ഏത് തെറ്റാണോ ചെയ്യുന്നത് ചെയ്തതിന് പിന്മാറുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നിബന്ധന, ഇനി ആ ചെയ്തു പോയ തെറ്റിന്റെ മേലിൽ ഖേദമുണ്ടാകാം. പടച്ച റബ്ബേ, ഇനി സംഭവിച്ചു പോയില്ലെങ്കിൽ ഖേദമുണ്ടാകും. മൂന്നാമത്തതോ, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോകില്ലെന്ന് അള്ളാഹുവിനോട് താണുകയാണ്, പ്രതിജ്ഞയെടുക്കണം. ഇതാണ് തൗബയുടെ ഷർത്ത് എന്ന് പറയുന്നത്. ഈ ഷർത്തോടു കൂടി ഒരാളെ ചെയ്ത പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗബ സ്വീകരിക്കും. ഇല്ലാ ബിൽ ഹഖിൽ ആദമി, മനുഷ്യനോടുള്ള ഇടപാടുകൾ. ആ ചെയ്ത തെറ്റൊരു വ്യക്തിയോടാണെങ്കിൽ, ഒരാള് സമ്പത്ത് നമ്മൾ അപഹരിച്ചു എന്ന് റബ്ബിനോട് നമ്മൾ ദ്വാരക പഠിച്ചോനെ ഞാൻ അവന്റെ സമ്പത്തൊക്കെ അപഹരിച്ച് പുറത്തുണ്ടാകുന്ന അത് സ്വീകരിക്കൂല. അല്ലെങ്കിൽ ഒരാളെ നമ്മൾ തെറി വിളിച്ചു, ഒരാളെ ഗീബത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് നമീമത്ത് പറഞ്ഞു, ഇല്ലാതെ ഉണ്ടാക്കി പറഞ്ഞു, ഉള്ളത് തന്നെ ആയിക്കോട്ടെ. ഗീബത്ത് പറഞ്ഞാൽ എന്താ? ഉള്ളത് തന്നെയാണ്, പക്ഷേ ഇഷ്ടമല്ല പറയണത്, അതിനെ ഗീബത്ത് അറിയാം. ഞാൻ പറഞ്ഞു ഉള്ള തന്നെയല്ല, ഇല്ലാത്തതൊന്നല്ലല്ലോ നമ്മൾ പറയും. ഇല്ലാത്ത പറഞ്ഞ ഗീബത്ത് അറിയില്ല. ഇല്ലാത്തതാണെങ്കിൽ അത് കെദീബൻ, കളവാണ്. ഉള്ളതാണെങ്കിൽ പോലും ഒരാളെ ഇസ്സത്തിന് കളങ്കം വരുന്ന
ഒരാളുടെ റുക്സാനിയത്ത്, ഒരാളുടെ പിഴവുകളെ ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരാളെ മറ്റുള്ളവർ വഷളാക്കുന്ന രീതിയിൽ ഉള്ളത് പറഞ്ഞാൽ അത് ഗൈബത്താണ്. അങ്ങനെ കുറിച്ച് നമ്മൾ ഒരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചറബേ ഞാൻ കുറേ ആൾക്കാരെ ഗൈബത്തിറങ്ങുന്നു, അതിലേക്ക് പുറത്തിറങ്ങി അല്ലാഹ് പറഞ്ഞാൽ സ്വീകരിക്കൂല. നമ്മൾ ആരെയാണ് നമ്മൾ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അറിയാം ഇന്ന വ്യക്തി എന്നെ കുറിച്ച് ഇന്ന ആളോട് ഇന്ന കാര്യം പറഞ്ഞു കൊടുത്ത് അയാൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളോട് പൊരുത്തപ്പെടുക്കുന്ന നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മൾ ദോപം സ്വീകരിക്കൂല. അതാണ് ഹക്കില്ലാതെ നീ اطلب مطابا من ندامة مقنعا ولعزم ترك ذنب فيما استقبلا وبراءة من كل حق آدمي ولهذه الأركان فارعب كملا. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സാമ്പത്തിക ഇടപാട് ശ്രദ്ധയില്ലാത്ത അവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണമെന്ന ചിന്ത കുറഞ്ഞു പോവുകയാണ്. ഇത് കേവല തുക കൊണ്ട് കൊടുക്കില്ല, പരലോക വലിയ ബാധ്യതയായി തീരും. ഒരു ചരിത്രം പറയട്ടെ, അതുകൂടെ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. മഹാനായ സഹാബി സഅദ് ബിൻ ജുസാമ എന്നാണ് സഹാബിന്റെ പേര്. ആ സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായി ദിവസങ്ങൾ കഴിയുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അതാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടപ്പോ അവരുടെ കഴുത്തിലുണ്ട് ഒരു കറുത്ത അടയാളം ഇങ്ങനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രൂപമതാ വികൃതമായ രീതിയിൽ കാണുമ്പോ ചോദിക്കുകയാണ്, റഅയ്തു ലംഅതൻ സൗദാ ഫി ഉനുഖിഹി. അതാ കഴുത്തിൽ ഞാനൊരു കറുത്ത അടയാളം കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരാ എന്താണ് നിനക്ക് പറ്റിയത്? നീ നല്ല സൗന്ദര്യമുള്ളവനായിരുന്നല്ലോ, നീ ഹബീബിന്റെ സ്വഹാബിയാണല്ലോ, ഈ രൂപത്തിൽ വികൃതമായ രീതിയിൽ നിന്റെ ഈ രൂപം ഇങ്ങനെയാവാൻ കാരണമെന്താ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് സ്വപ്നത്തിലൂടെ മരണപ്പെട്ടു പോയ അവനോട് പറയുകയാണ്, അശ്റത്തു ദനാനീറ ഇസ്തല്ലഫ്തുഹാ മിൻ ഫുലാൻ യഹൂദി. ഞാൻ ഇന്നാലിന്റെ യഹൂദിയിൽ നിന്ന് 10 ദിനാർ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 10 ദിനാർ കടം വാങ്ങി. പക്ഷേ ഫഇന്ന ഫീ ഖർനി ഫഅതാഹു യാ. അത് നൽകാൻ വേണ്ടിയിട്ട്, ആ കടം വാങ്ങി നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിഴിയിൽ പണസഞ്ചിയിൽ അത് ശേഖരിച്ച് വെച്ചിട്ട് എന്റെ തലഭാഗത്ത് വെച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്കത് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഹക്ക് വീട്ടാതെ, ആ കടം വീട്ടാതെ മരിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഈ വികൃതമായ രൂപത്തിലായത് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഉറക്കെ നിന്ന് നെറ്റി ഉണരുകയാണ്. ആ രാത്രി തന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ തന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പണസഞ്ചി കാണുന്നുണ്ടോ. ഉടനെ തന്നെ ആ സഞ്ചി എടുത്തു, എണ്ണി നോക്കി, 10 ദിനാറുണ്ട്. ആ സ്വപ്നത്തിലൂടെ പറഞ്ഞ ആ വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോയി ആ കൊണ്ട് കൊടുക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹാബത്തിന് പോലും കടമുണ്ടായതിന്റെ പേരിൽ ജീവിതത്തിൽ പ്രയാസമുണ്ടായി എന്നതാണ് ഇതിനൊക്കെ തെളിവ്. അതുകൊണ്ട് മറ്റുള്ളവരോടുള്ളതായ കടപ്പാടുകൾ കിട്ടണം, സാമ്പത്തികമായ ഇടപാടുകൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം പാപമോചനത്തിന് നാളുകൾ മഹബത്ത് ലഭിക്കാൻ കാരണമാകുന്ന മറ്റുള്ള എല്ലാ സർക്കങ്ങളും നമ്മൾ ഉണ്ടാവണം. തറാവി നമസ്കാരം, അതിൽ
പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്രകാരം തന്നെ പാപമോചനം നൽകുന്ന മറ്റൊരു കാര്യമാണ് സ്വതകൾ. സാധ്യമായ ദാനധർമ്മങ്ങൾ കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഇത് ഖുർആനും സുന്നത്തും വ്യക്തമാക്കിയ കാര്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അസ്സദഖതു തുത്ഫിഉൽ ഖതിയത കമാ യുത്ഫിഉൽ മാഉൻ നാർ. വെള്ളം തീനെ കടത്തി കളയുന്നത് പോലെ സ്വതക നമ്മളുടെ പാപങ്ങളെ കഴുകിക്കളയുമെന്നാണ്. അതുപോലെ തന്നെ ഒരു മിണ്ടാപോണിയോടാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹകരണം ചെയ്തു കൊടുക്കണം. നമുക്കറിയാം, ഒരു സഹാബി ഒരിക്കലും വഴിയിലൂടെ നടന്നു പോയപ്പോ ദാഹിച്ചു വരഞ്ഞപ്പോ ഒരു കിണറ്റിറങ്ങി തന്റെ ചെരുപ്പിൽ തന്റെ ഹുഫയില് വെള്ളം ശേഖരിച്ച് കുടിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ നടന്നു പോയൊരു നായ, ആ നായക്ക് ദഹനമുണ്ടെന്ന് മനസ്സിലാക്കി ആ നായക്ക് വെള്ളം കൊടുത്തു. ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തികളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധ്യമായല്ലോ. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പരോപകാരങ്ങൾ ചെയ്യാൻ, നമ്മുടെ നോമ്പ് കൊണ്ട് അർത്ഥമുണ്ടാക്കാൻ ഈ പരിശുദ്ധ റമദാൻ നമ്മൾ വിട പറയുമ്പോ പ്രിയമുള്ള മാനവാ, ജനിച്ചു വീണ പിഞ്ചു വൈദ്യനെ പോലെ, ഒരു ഉമ്മപ്പെട്ട പിഞ്ചു വൈദ്യനെ പോലെ ഹൃദയ ശുദ്ധീകരണം നടത്തിക്കൊണ്ട് പുതിയൊരു അധ്യായത്തിൽ മനുഷ്യനായിക്കൊണ്ട് പുതിയൊരു വ്യക്തിത്വമായിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധ്യമാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ ധാരാളം നന്മകൾ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ ചെയ്ത് പിരിയാം. കുറേ നേരം ഇരിക്കണം, എല്ലാവരും നീച്ചേക്കും. ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ബുദ്ധിമുട്ടില്ലാത്ത ഇരിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم تسليما كثيرا. റഹീമായ മാലികുൽ മുലൂക്കായ രാജാതിരാജനായ അല്ലാഹുവേ, ഈ പരിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി നിന്റെ പള്ളിയിൽ ഒത്തൊരുമിച്ച് കൂടിയതാണ്. ആ ജുമാക്ക് ശേഷം അല്ലാഹുവിനെ വിളിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച് കൂടിയ സദസ്സാണ്. നീ കബൂൽ ചെയ്യണമല്ലോ, നീ കബൂൽ ചെയ്യണമല്ലോ. അല്ലാഹുവയുടെ കൂടിയ ഓരോരുത്തർക്കും മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, വൈശാചികമായി എന്ത് പ്രയാസമുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, അല്ലാഹുവേ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണമല്ലോ, എല്ലാ ദുരിതങ്ങളും നീ അകറ്റണമല്ലോ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമല്ലോ. ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന യാഥാർത്ഥ മുത്തഖീങ്ങളിൽ, സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമല്ലോ. അല്ലാഹുവേ, ഉറ്റവർ, സ്നേഹിതന്മാർ, മാതാപിതാക്കൾ, അല്ലാഹു ഞങ്ങൾ ഇന്ന് പലരും ഇന്ന് ആഴ്മള്ളിയാണ് അവർക്ക് നീ മഹഫറത്തും റഹ്മത്തും നൽകണമല്ലോ. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ രണ്ട് ഉമ്മമാരുടെയും രണ്ട് ഉപ്പമാരുടെയും ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന ചെയ്തവരുണ്ട്. മരണപ്പെട്ട ഉമ്മാരെയും ഉപ്പാന്റെയും രണ്ട് ആങ്ങളമാരുടെയും ദുആ ചെയ്യാൻ വേണ്ടി 501 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. റഹ്മാനെ, അതുപോലെ ചെറുതും വലുതുമായ സംഭാവനകൾ ബക്കറ്റിലും മറ്റുമൊക്കെ നിക്ഷേപിച്ചവരുണ്ട്. അല്ലാഹുവേ, ആ സംഭാവന നീ സ്വീകരിക്കണമല്ലോ. അത്
അതിന്റെയൊക്കെ മെതിലെ തവാബിനെ അവിടെ കബറിടങ്ങളിലേക്ക് നീ എത്തിക്കണം അല്ലാഹു. അതുപോലെ അവരും ഞങ്ങളിൽ നിന്നും ആരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവിടേക്ക് ബർസയായിരം സന്തോഷത്തിലും റാഹത്തിലുമാക്കണം ജീവിതം റാഹത്തിലാക്കണം സ്വർഗീയ അനുഭൂതികൾ കൊണ്ട് ഖബറിൽ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. ഖബറിൽ വല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ പഠിച്ച ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവർക്ക് നീ ഇളവ് നൽകണം ഇളവ് നൽകണം ഇളവ് നൽകണം അവിടെ കപടങ്ങൾ കണ്ടെത്താ ദൂരത്തോളം വിശാല നൽകണം അല്ലാഹു. അവരെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ച ഭക്ഷണം നൽകിയവർ അല്ലാഹുവേ ഉറ്റവരുടെ സ്നേഹിതന്മാർ എല്ലാവരെയും ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സുബലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണം അവിടുത്തെ തിരുവരങ്ങ് ഹൗദുമായി കുടിക്കാനുള്ള തൗഫീഖ് നൽകണം അവിടുത്തെ റഹ്മാനെ അവിടുത്തോടൊപ്പം നാളെ മഹ്ശറ സബീൽ സഹീൽ കൊടുജോടിൽ അർശിന്റെ തണലിൽ നിൽക്കാനുള്ള തൗഫീഖ് നൽകണം അവിടുത്തെ പതാകയിൽ നിൽക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹുവേ. ഞങ്ങളുടെ മകൾ തൂക്കപ്പെടുമ്പോ അല്ലാഹുവേ നന്മയുടെ ഭാഗം കനം തൂക്കണം കിതാബുകൾ നൽകപ്പെടുമ്പോ വലതുകൈയിൽ കിതാബ് സ്വീകരിക്കുന്ന സജ്ജനങ്ങൾ നീ ഉൾപ്പെടുത്തണം സ്വർഗീയ അവകാശിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം മിന്നൽ വേളക്കാനുള്ള തൗഫീഖ് നൽകണം അതിനൊരു സബബായി ഈ മജ്‌ലിസിനെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട് റഹ്മാനെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണം അതുപോലെ രോഗശീലം കിടക്കുന്ന പലരും വീടുകളിലുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് അല്ലാഹുവേ. ജീവിതമാണ് ഇറങ്ങിൽ പരിപൂർണ്ണ ശിഫ നൽകണം ഷാഫിയായ കാഫിയായ നാഥ നീ പരിപൂർണ്ണ ശിഫ നൽകണം നീ പരിപൂർണ്ണ ശിഫ നൽകണം അതുപോലെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാകണം നാടിനും വീടിനും ദീനിനും ദീനി സംരംഭങ്ങൾക്ക് ഒരുക്കുന്ന മക്കളാകണം പ്രദാനം ചെയ്യണം ഇവിടെ കൂടിയ ഒരുപാട് യുവാക്കളുണ്ട്, യുവതികളുണ്ട്, കാരണവന്മാരുണ്ട്, ബന്ധപ്പെട്ടവർക്കൊക്കെയും അല്ലാഹുവേ നീ ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണം ശർറിന്റെ കവാടങ്ങൾ കൊട്ടിയിടക്കണം ജീവിക്കുന്ന കാലത്ത് നിന്റെ ത്വഅതിലാ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം നിന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുച്ചെറ്റി മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകണം മരണമാസന്നമാകുന്ന സമയത്ത് ആഖിബ് നന്നാക്കി മരിപ്പിക്കണം എല്ലാവരുടെ ബാധ നിറവേറ്റിക്കൊണ്ട് കടങ്ങളില്ലാത്ത ബാധകളില്ലാത്ത സ്വർഗ്ഗത്തിന്റെ ഫോട്ടോകൾ കൊണ്ട് സന്തോഷത്തോടുകൂടി കെലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം തൗഫീഖ് നൽകണം ഈ പരിശുദ്ധ റമദാന് മൂല്യമായി സാക്ഷ്യം വഹിക്കുന്ന യാഥാർത്ഥ മുത്തഖികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا تفرقا معصوما اللهم اجعل فينا ولا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله جميع الأنبياء والمرسلين الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم إن شاء الله ഞങ്ങൾക്ക് വിലയേറിയ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തി വസിയത്ത് ചെയ്യുന്നു അല്ലാഹു നമ്മുടെ ദുആകൾ നമുക്ക് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ. അസ്സലാമു അലൈക്കും.